യോങ്ദപ്രവേശ്യ മമ വാചമിവാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധര സ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. മള്ളിയൂർ ഗണപതി ഭഗവാന്റെ ഈ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടി നാമസങ്കീർത്തനത്തിനായി എത്താൻ പറ്റിയതിലുള്ള സന്തോഷവും അഭിമാനവും അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഏകാദശ സ്കന്ധം 11ാമത് സ്കന്ധത്തിലെ വസുദേവ നാരദ സംവാദം, നവയോഗി ഉപാഖ്യാനം എന്നാണ് പൊതുവിൽ അത് പണ്ഡിത മതം. ഏകാദശ സ്കന്ധത്തിലെ അധ്യായം 2, 3, 4, 5 അധ്യായങ്ങൾ ചേർന്നിട്ടുള്ള ഏതാണ്ട് 185ഓളം ശ്ലോകങ്ങൾ. ഈ ശ്ലോകങ്ങളിലൂടെ ഈ സ്കന്ധത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ഉദ്ദേശവും ലക്ഷ്യവും സ്വഭാവവും കൃത്യമായി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുക്തിസ്കന്ധം എന്ന് തന്നെയാണ് ഏകാദശ സ്കന്ധത്തെ പറയാറുള്ളതും. ഭാരതം അങ്ങനെ പാഴ്വാക്കുകൾ പറയുന്നവരുടെ നാടല്ല. അർത്ഥമുള്ളത് മാത്രം പറയുകയും അത് ആചരണത്തിലൂടെ ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ പുണ്യഭൂമിയാണ് ഭാരതം. ഭാസിൽ രഥം പ്രകാശത്തിൽ രതിയുള്ള രാജ്യം എന്നാണ്, അറിവിൻ്റെ പ്രകാശം. ഇപ്പോൾ തീർച്ചയായും മുക്തിസ്കന്ധമാണ് എന്നതുകൊണ്ട് തന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, പ്രതിപാദ്യ വിഷയം മോക്ഷം അല്ലെങ്കിൽ മുക്തി എന്നതാണ്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്, ഏറ്റവും കുറച്ച് ധാരണയും ഉള്ള വിഷയമാണ്. ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു വാക്ക് ഉണ്ടാവില്ല. നമ്മുടെ സപ്താഹവേദികളിലും നവാഹവേദികളിലും സത്രവേദികളിലും എല്ലാം ചർച്ച ചെയ്യുകയാണ് മോക്ഷം, മുക്തി എന്നുള്ളത്. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അതിലേക്കായിട്ടുള്ളതാണ്. പക്ഷേ മായ എന്ന് പറയുന്നത് പോലെ ഏറ്റവും അധികം നമുക്ക് പിടിതരാതെ പോകുന്ന ഒന്നാണ് മുക്തി എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, കലികാലത്തിലെ നമ്മുടെ സമൂഹത്തെ ഒന്ന് വീക്ഷിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. എല്ലാ മേഖലയും നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ നമുക്കത് കൃത്യമായി ബോധ്യപ്പെടും. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് വളരെ പ്രസക്തമാണ്. കാരണം ഇതിനകത്തെ പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത് അത്യന്തം വിശിഷ്ടമായിട്ടുള്ളതാണ്, ഗഹനമായിട്ടുള്ളതാണ്, ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അത് നമുക്കൊന്ന് ഒരുമിച്ച് ഈ 185 ശ്ലോകങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം എന്നാണ് ഞാൻ കരുതുക. മുക്തിയാണ് പ്രതിപാദ്യ വിഷയം എന്നതുകൊണ്ട് തന്നെ അതിനുള്ള ഉപായം എന്താണ്, അത് നേടാൻ നമുക്കുള്ള തടസ്സം എന്താണ് എന്നൊക്കെ അതിൽ വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സംവാദ പദ്ധതിയിലൂടെയാണ് നമ്മുടെ മുമ്പിലേക്ക് ഈ വിഷയത്തെ അവതരിപ്പിക്കുക. അത് ഭാരതത്തിൻ്റെ ഒരു ഗുരുകുല സമ്പ്രദായത്തിലെ വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ഒരു രീതിയാണ്. ഇവിടെ സംവാദ പദ്ധതി, ഉപദേശ പദ്ധതി, ദൃഷ്ടാന്ത പദ്ധതി, കഥകളിലൂടെയൊക്കെ ധാരാളമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരിക. ഇപ്പോൾ ഉപദേശങ്ങൾക്ക് പഞ്ഞമില്ലാത്ത നാടാണ് ഭാരതം. ഇപ്പോഴത്തെ കുട്ടികളോട് ഞാനൊരു അധ്യാപകനാണ്, ഉപദേശിക്കാൻ പോയാൽ 1 പറഞ്ഞ് 2 പറഞ്ഞ് 3ാമത്തെ പറച്ചിലിന് അവൻ്റെ മുഖം മാറും. നമ്മൾ കുട്ടികൾ മുതിർന്നു എന്ന് എങ്ങനെ അറിയുക? തറുതല പറയാൻ തുടങ്ങുമ്പോഴാണ്. ആദ്യമൊക്കെ അവർ കേൾക്കാതെ ഒക്കെ നിൽക്കും, പിന്നെ അവസാനം പറഞ്ഞു തുടങ്ങും. അല്ലേ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ട് മടുത്തു, ഇനി പറയണ്ട എന്ന് പറയും. പക്ഷേ വളരെ ശക്തമായി ഭാരതത്തിൻ്റെ ഗുരുകുല സംവിധാനങ്ങളിൽ നിലനിന്നിരുന്ന ഒരു പദ്ധതിയായിരുന്നു ഉപദേശ പദ്ധതി, സംവാദ പദ്ധതി പോലെ തന്നെ. ഇപ്പോൾ നമ്മുടെ ഗുരുകുലങ്ങളൊക്കെ നാം ഒന്ന് അറിയണ്ടേ? ഇവിടെ 3 ലക്ഷത്തോളം ഗുരുകുലങ്ങളിലൂടെയായിരുന്നു ഈ ബ്രഹ്മവിദ്യ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് നമ്മുടെ പൂർവികർ കൈമാറ്റം ചെയ്തിരുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഇന്നും ഇതിനോടൊപ്പം രൂപം കൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് ശേഷം രൂപം കൊണ്ടിട്ടുള്ള
നൂറുകണക്കിന് സംസ്കൃതികൾ ഇല്ലാതായപ്പോഴും നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കൃതി ഇന്നും നമ്മളിൽ ഇങ്ങനെ അവശേഷിക്കുകയാണ്. ചെറിയ കാര്യമല്ല, നിസ്സാര കാര്യമല്ല. ഇത് തകർക്കാൻ അകത്തും പുറത്തും ആസൂത്രിതമായി എത്ര ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? അമ്പലങ്ങൾ തകർത്താൽ ഇത് തകരുമെന്ന് കരുതി, പക്ഷേ വിഗ്രഹവുമായി നമ്മൾ വീട്ടിലേക്ക് പോയി. എന്നാൽ പിന്നെ നമ്മളെ തകർക്കാമെന്ന് തീരുമാനിച്ചാലോ, വിഗ്രഹമെടുത്ത് നമ്മൾ മാലയുടെ ലോക്കറ്റിലാക്കി. അല്ലേ? തകർക്കാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ അറിയുന്നുണ്ട്. പക്ഷേ ശ്രമം നടക്കുന്നുണ്ട്, വളരെ ബോധപൂർവമായി ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംവാദം എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മുടെ ഗുരുകുലങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു പാഠ്യപദ്ധതിയാണ്, ഒരു പദ്ധതിയാണ്. ശ്രീമദ് ഭാഗവതം നമുക്കറിയാമല്ലോ, എത്ര സംവാദങ്ങൾ അല്ലേ, എത്ര സംവാദങ്ങളാണ്. നമ്മുടെ ഇതിഹാസങ്ങളിൽ എത്ര സംവാദങ്ങളാണ്. ഉപദേശങ്ങൾ, ഇപ്പോൾ ഇത് കഴിഞ്ഞാലുള്ള ഉപദേശമാണ്, ലക്ഷ്മണോപദേശം. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാ. അപ്പോൾ ക്ലാസ്സുകളിൽ അതിൻ്റെ ശുദ്ധി ഉണ്ടായിരുന്നു. ഇന്ന് പഠിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കേണ്ട, ക്ലാസ് കാണുമ്പോൾ അറിയാം അവിടെ എന്താണ് നടക്കുക എന്ന്. കലാലയങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ്. അന്തരീക്ഷം നമുക്ക് മനസ്സിലാവും, വെറുതെ നോക്കിയാൽ മനസ്സിലാവും അവിടെ അകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്, ഇല്ലേ? ഇപ്പോൾ തീർച്ചയായും ഈ സംവാദത്തിൽ ഏർപ്പെടുന്ന 2 പേരെ നാം അറിയുന്നവരാണ്, വളരെ പരിചിതരാണ്. ഒന്ന് നാരദനാണ്, മറ്റൊന്ന് വസുദേവരാണ്. അല്ലേ? നാരദർ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഇത്രയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരാൾ പിന്നെ എനിക്ക് തോന്നുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനായിരിക്കും. ഇല്ലേ? എല്ലാവരുടെയും സാന്നിധ്യമുള്ള ഒരു തപോഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുകൊണ്ട് ഉറപ്പായും അവർ കേൾക്കുന്നുണ്ടാവും. അവരോടുള്ള ഒരു അർച്ചനയായിട്ട് ഞാൻ എൻ്റെ പ്രഭാഷണത്തെ മാറ്റുകയാണ്. ഇതൊന്ന് ഡീസ്കൂൾ ചെയ്യണ്ടേ? നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള പല തെറ്റായ ധാരണകളുമുണ്ട്, അതൊന്ന് മാറ്റണ്ടേ? ഈ ആരാണ് നാരദനെന്ന് നമ്മളൊന്ന് അറിയേണ്ടതില്ലേ? ഇല്ലേ? എല്ലായിടത്തുമുണ്ട്, ഇവിടെയും കാണും നാരദന്മാർ. ഇല്ലേ? കേരളത്തിൽ, ലോകത്തിലെമ്പാടും നമ്മളൊക്കെ നമ്മുടെ പല ആളുകളെയും ഈ മനുഷ്യൻ്റെ പേരുമായി ചേർത്തിട്ട് പറയാറുണ്ട്. എന്താ കാരണം? ഏഷണിക്കാരൻ, ഇല്ലേ? കലഹപ്രിയൻ. ഇവിടെ കാണുന്നത് അവിടെ ചെന്ന് പറയുക, അവിടെ കാണുന്നത് ഇവിടെ ചെന്ന് പറയുക, തമ്മിൽ തല്ലിക്കുക. നോക്കിയാൽ കൃത്യമായ തെളിവുണ്ട്. എപ്പെട്ടെയാണ് തെളിവുള്ളത് എന്നാലോചിച്ചു. വെറുതെ ഇരുന്ന കംസനാ. ആ കംസൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നീ വിട്ട രാക്ഷസന്മാരെ എല്ലാം ആ രാമകൃഷ്ണന്മാർ കൊന്നിരിക്കുകയാണ്, നിന്നെ കൊല്ലും അവർ. അദ്ദേഹം പോയി. വെറുതെ ഇരുന്ന കംസൻ മരണത്തെ ക്ഷണിച്ചു വരുത്താൻ വേണ്ടി അക്രൂരനെയും ചാണൂരനെയും എല്ലാം പറഞ്ഞ് ഗോകുലത്തിൽ വിട്ട് വിളിച്ചുകൊണ്ട് വന്നു. വല്ല കാര്യമുണ്ടോ? ലോകത്തിൽ അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മരണം എരന്ന് മേടിക്കുക, ക്ഷണിച്ചു വരുത്തി കൊല്ലം ഇരുന്ന് കൊടുക്കുക. എനിക്ക് തോന്നുന്നു കുറച്ച് നാളും കൂടെ ഒക്കെ അദ്ദേഹം ഇരുന്ന് പോയി. അവിടെ ചെന്ന് ഗോകുലത്തിൽ ചെന്ന് ഈ സത്രയാഗത്തിന് ക്ഷണിച്ചുകൊണ്ട് വന്നു. ഇല്ലേ? നോക്കൂ, എല്ലാ അറേഞ്ച്മെൻറ്റും ഇവിടെ ചെയ്തിട്ടാ. കുവലയ പീഠം അടക്കമുള്ള ആനയെ റെഡിയാക്കി നിർത്തി. വരുമ്പോൾ ബാക്കി മല്ലന്മാരൊക്കെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ആനയെ കൊണ്ടെങ്കിലും ചവിട്ടി കൊല്ലിച്ച് കളയാമെന്ന് വിചാരിച്ച. പക്ഷേ ഫലം എന്താ നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ നാരദനെ നമ്മൾ നോക്കിയാൽ ഈ പണിയൊക്കെ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ കൊള്ളാം, ഇല്ലേ? ഏഷണിക്കാരനെന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ നാരദനെ നാം അറിയണം. ആരാണ് നാരദൻ? നാരദനെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗം വാൽമീകി രാമായണത്തിൽ ബാലകാന്ഡം തുടങ്ങുന്നിടത്ത് ആ മഹാമുനി ആദി കവി ആരാണ് നാരദൻ എന്ന് പറയുന്നുണ്ട്. നമ്മളിത് വായിച്ച് പഴക്കം ചെന്നിട്ടുള്ളതാണ്. പക്ഷേ നാരദൻ ഇപ്പോഴും ഏഷണിക്കാരനാണ്. വാൽമീകി പറയുന്നു, തപസ്വാധ്യായ നിരതം തപസ്വി വാഗ്വിദാം വരം നാരദം പരിപപ്രച്ഛം വാൽമീകീർ മുനിപുങ്കവം. തപസ്വാധ്യായ നിരതം തപസ്വി വാഗ്വിദാം വരം. ആരാണ് നാരദൻ എന്ന് ആദ്യമേ തന്നെ പറയുകയാണ്. മുനിയാണ്, മുനിപുങ്കവനാണ്, തപസ്വാധ്യായ നിരതൻ. മുനി മാത്രമല്ല, തപസ്സും സ്വാധ്യായവും ചെയ്യുന്നവനാണ് എന്നാണ്. നമ്മളിത് വായിച്ചിട്ടിരിക്കുന്നവരാണ്, പക്ഷേ നമുക്ക് നാരദൻ അത്ര തെറ്റിദ്ധരിക്കപ്പെട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് തപസ്സിലും സ്വാധ്യായത്തിലും മുഴുകിയിരിക്കുന്നവനെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പഠിച്ചിട്ടുള്ളത് മാത്രമല്ല, നല്ല ഒന്നാം തരമായി പഠിപ്പിക്കാൻ അറിയുന്നവനാണ് എന്നാ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകൾ അങ്ങനെയുള്ളതുണ്ട്. നല്ല വിജ്ഞാന ഭണ്ഡാകാരങ്ങളാണ്, പക്ഷേ ഔട്ട്പുട്ടില്ല, വെളിയിലേക്കൊന്നുമില്ല. എല്ലാം ഇൻപുട്ട് മാത്രമാണ്, അകത്തേക്ക് മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യൻ അങ്ങനല്ല. നന്നായി പഠിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, നല്ല ഒന്നാം തരമായിട്ട് പഠിപ്പിച്ചു കളയും. ഇല്ലേ? പട്ടയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഒന്നാം തരം ഗുരുനാഥനാണ് എന്നാ. അപ്പോൾ അറിവുണ്ടായ പോരാ, അത് മറ്റുള്ളവരോട് പറയാൻ അറിയണം. അല്ലേ?
ആരുടെ ശിഷ്യനാണ് എന്ന് ഒന്ന് ചേർത്ത് വായിച്ചാൽ പിന്നെ ഒന്നും പറയേണ്ടതില്ല. സനൽകുമാര ശിഷ്യനാണ്. തീർന്നില്ലേ? ഇതിനപ്പുറത്ത് എന്താ നാരദനെ നമുക്ക് മനസ്സിലാക്കാൻ? ഇനി അതുകൊണ്ട് മാത്രം തീർന്നിട്ടില്ല. അല്ല, ഒന്നാം തരം വാഗ്മിയാണ്, സകല കലാവല്ലഭനാണ്, വാഗ്വിദാംബരനാണ്. അടുത്ത വാത്മീകി തന്നെ പറയുകയാണ്, വാക്കുകൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് അല്ലേ വാത്മീകി. അദ്ദേഹം പറയുന്നു വാഗ്വിദാംബരനാണ്. ആരാണ് വാഗ്വിദാംബരൻ എന്ന് പറഞ്ഞാൽ? വാക്കുകളുടെ പൊരുളറിയുന്നവനിൽ മുമ്പനാണ് എന്നാ. പൊരുളറിയുന്നവനല്ല, പൊരുളറിയുന്നവരിൽ ഒന്നാമനാണ് എന്നാ. നാരദനെ നമുക്ക് മനസ്സിലായിട്ടില്ല. ഇത്രയധികം ഗുണവിശേഷങ്ങൾ പുലർത്തുന്ന ആ മഹാത്മാവിനെയാണ് നാം പറയുന്നത് ഏഷണിക്കാരനാണ് എന്ന്. നാരദനെ നമ്മൾ കാണുന്നത് എവിടെയൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ. മഹാഭാരതത്തിൽ മാത്രമല്ല, ഋഗ്വേദത്തിൽ നാരദൻ വന്നിട്ടുണ്ട്, അഥർവവേദത്തിൽ നാരദനുണ്ട്, ഐതരേയ ബ്രാഹ്മണത്തിലുണ്ട്, ഛാന്തോഗ്യോപനിഷത്തിലുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം രാമായണത്തിലും മഹാഭാരതത്തിലുമൊക്കെ എത്തിയിട്ടുള്ളത്. അദ്ദേഹം എപ്പോഴെവിടെ എത്തുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. എവിടെ അധർമ്മം പ്രശ്നമായി നിൽക്കുന്നു, എവിടെയാണോ ധർമ്മത്തെ സംരക്ഷിക്കേണ്ടതുള്ളത് അവിടെ അദ്ദേഹം വരും. ആരും ക്ഷണിക്കേണ്ടതില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏത് ലോകത്തിലും ആരുടെയും ക്ഷണമില്ലാതെ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാൻ സ്വാതന്ത്ര്യമുള്ള ആളാണ് നാരദൻ. കലഹപ്രിയനാണ്, സമാധാനം നശിപ്പിക്കുന്നവനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കയറ്റുവോ? അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. അത് ഇന്ദ്രസദസ്സിലായാലും പാതാളത്തിലായാലും ഏത് ലോകത്തിലായാലും അദ്ദേഹത്തിന് എപ്പോഴും അനുവാദം ചോദിക്കേണ്ടതില്ല നാരദന് കടന്നു വരാൻ എന്നുള്ളതാണ്. ഇപ്പോൾ സർവരാലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സമാദരണീയനായിട്ടുള്ള എല്ലായിടത്തും എപ്പോഴും കടന്നു വരാൻ അനുവാദമുള്ള നല്ല ഒന്നാന്തരം ഗുരുനാഥൻ വാഗ്മിയാണ് നാരദൻ എന്നുള്ളതാണ്. ആ നാരദനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഏഷണിക്കാരനാണ്. ഇനി മറ്റൊന്നുകൂടിയുണ്ട്, അദ്ദേഹം നല്ല ഒന്നാന്തരം ന്യൂസ് റീഡറാണ്. അല്ല, ഒന്നാന്തരം വാർത്ത വായിക്കുന്ന ആളാണ്. എന്താ വാർത്ത വായിക്കുന്നവൻ? വാർത്തകൾ കൈമാറുന്ന വ്യക്തിയാണ് അല്ലേ? തനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കുകയും, ഇന്നത്തെ വാർത്ത പോലെ അല്ല കേട്ടോ, വാർത്ത സത്യസന്ധമായി പറയുകയും ആ വാർത്ത കൊണ്ട് ലോക കല്യാണം ഉണ്ടാവണം. ഇന്നത്തെ വാർത്ത കേട്ടാൽ എന്താ ഉണ്ടാവുക നമുക്കറിയാം, സമാധാനം പോയി. ഇൻഫർമേഷൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഗുണമുണ്ട് ദോഷമുണ്ട്. ഇന്നത്തെ കുഴപ്പം എന്താ? ദോഷം മാത്രമേ ഉള്ളൂ ഇല്ലേ? പത്രം എടുത്തു വെച്ചാൽ ഏറ്റവും ആദ്യത്തെ പേജിൽ എന്താണ്? ദൈവമേ, ആ തലേദിവസം ഉണ്ടായിട്ടുള്ള ഏറ്റവും അഹിതമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്ത്യക്ക് ഗോൾഡ് കിട്ടിയത് ഏറ്റവും അവസാനത്തെ പേജിലാണ് അല്ലേ? ടി വിയിലെ വാർത്തയും അങ്ങനല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തെങ്കിലുമൊക്കെ അഹിതമായിട്ടുള്ളതായിരിക്കും. നമുക്ക് പ്രയോജനമുള്ളത് ഏറ്റവും അവസാനമേ വരൂ. ഇപ്പോൾ വാർത്തകൾ കൊണ്ട് രണ്ട് തരത്തിലുള്ള ഗുണവും ദോഷവും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നാരദൻ നല്ല ഒന്നാം തരമായി സത്യസന്ധമായി വാർത്തകൾ കൈമാറുന്ന ആളാണ് എന്നതാണ്. സമൂഹത്തിനും വ്യക്തികൾക്കും ഇടയിൽ കൃത്യമായി മാധ്യമ പ്രവർത്തനം ചെയ്യുന്നു എന്നാ. അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, മാധ്യമ പ്രവർത്തകരുടെ മാധ്യമ ജയന്തി എന്ന് പറയുന്നത് ഇന്നും ഭാരതത്തിൽ നാരദ ദിനമായിട്ട് ആഘോഷിക്കുന്നു. അപ്പോൾ അവർക്കും കാര്യം നാരദനെ അറിയാം. അപ്പോൾ നാരദൻ ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് എന്നാ. ഇനി നാരദനെ അറിയാൻ മറ്റൊന്നുകൂടി നമുക്കുണ്ട്. ആ വാക്കൊന്ന് നമ്മളൊന്ന് വ്യാഖ്യാനിച്ചു നോക്കൂ. നാരദൻ എന്നർത്ഥം പറഞ്ഞില്ലേ? ഭാരതം, ഭാസിൽ രഥം, പ്രകാശത്തിൽ രതിയുള്ള രാജ്യം. നാരദനെ നമ്മളൊന്ന് നോക്കിയാലോ. നാരം പരമാത്മ വിഷയകം ജ്ഞാനം ദദാതി ഇതി നാരദ. നാരം പരമാത്മ വിഷയകം, അറിവിൻ്റെ അങ്ങേയറ്റത്ത് ആരെത്തിച്ചേർന്ന് നിൽക്കുന്നുവോ അയാളാണ് നാരദൻ. അറിവാണ് നാരദൻ. ആ അറിവാണ് നാരദൻ എന്ന് പറയുമ്പോഴാണ് നമ്മൾ കൊച്ചുങ്ങളോട് പറയുന്നത്, നീ നാരദനെ പോലെ ആവരുത്. കുട്ടികളോട് നമ്മൾ പറയുന്നതാ, നീ ആ നാരദൻ്റെ സ്വഭാവം ഇറക്കരുത് എന്നാ. സർവകാര്യങ്ങളിലും ഒന്നാമനായി വളർന്ന നാരദനെ പോലെ ആവരുത് എന്ന് നാം കുട്ടികളോട് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കുട്ടികൾ ആരെപ്പോലെ ആവണം? അതാ ഞാൻ ഡീസ്കൂളിംഗ് എന്ന് പറഞ്ഞത്. നാരദൻ ആരാന്നറിയണ്ടേ? അതുകൊണ്ട് എൻ്റെ ഈ പ്രഭാഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവിടെ വന്നിട്ടുള്ള സജ്ജനങ്ങളെല്ലാം നാരദനെ കൃതജ്ഞതാപൂർവം ഒന്ന് വണങ്ങാൻ തയ്യാറാവണം. സനാതന ധർമ്മികൾ നാരദനെ ഒന്ന് അറിയണ്ടേ ഇല്ലേ? തീർച്ചയായും ഈ വേദി ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുകയാണ്. നാരദൻ ആരാണ് എന്ന് നാം ഒന്ന് അറിയണം, പറയണം, കൃത്യമായി
മനസ്സിലാക്കണം എന്നുള്ളതാണ്. സത്രവേദികളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ളതാണല്ലോ. കാലങ്ങൾ കൊണ്ട് നമ്മുടെ ധർമ്മത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ധാരാളം മാലിന്യങ്ങളുണ്ട്. ഈ മാലിന്യങ്ങളൊക്കെ രോഗകാരണങ്ങളാണ് എന്ന് തിരിച്ചറിയണം. ഇന്ന് നമുക്കുണ്ടായിട്ടുള്ള രോഗങ്ങൾക്കെല്ലാം കാരണം ഈ മാലിന്യങ്ങളാണ്. മാലിന്യങ്ങൾ പുറത്തു പോയില്ലേ കുഴപ്പമുണ്ടാവും. പുറത്താക്കാൻ ആര് കളയണം? നമ്മൾ തന്നെ തീരുമാനിക്കണം. സനാതനധർമ്മികൾ തന്നെ തീരുമാനിക്കണം. അതുകൊണ്ട് നാരദനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊരാൾ വസുദേവനാണ്. സമസ്ത ജീവജാലങ്ങളും സമസ്ത പ്രപഞ്ചവും ആരിലേക്ക് വിലയം പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ ഭഗവാൻ മകനായി ലഭിച്ചിട്ടുള്ള പുണ്യാത്മാവാണ്. ഇതിനപ്പുറത്തൊരു ജന്മം ഇനി എന്ത് ശ്രേഷ്ഠ ജന്മം ഇല്ലേ? നമുക്കൊക്കെ ഒന്ന് ഗുരുവായൂർ ചെന്നാൽ മതി. തൊഴാൻ പറ്റിയില്ലേ പോലും കുഴപ്പമില്ല. തൊഴലൊന്നും അത്ര എളുപ്പമല്ല. ഇപ്പോൾ മണിക്കൂറുകളൊക്കെ കാത്തു നിൽക്കണം. പിന്നെ ഭഗവാൻ അത് എങ്ങനെയെങ്കിലുമൊക്കെ നിവർത്തിക്കും എന്നുള്ളതേ ഉള്ളൂ. ആരും അങ്ങോട്ട് ചെല്ലാൻ നമ്മളോട് പറയണില്ല. പക്ഷേ അവിടെ ഇങ്ങനെ എന്താ പറയുക, ഒഴുക്കാണ് ഇല്ലേ? കാളന്തി ഒഴുകുന്നത് പോലെ ജനലക്ഷങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഒഴുകുകയാണ്. ഇപ്പോൾ ഭഗവാനെ ഒന്ന് കാണുക, അല്ലെങ്കിൽ ഭഗവാന്റെ കീർത്തനങ്ങളൊന്ന് ചൊല്ലുക ഇല്ലേ? ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം, ഹരിനാമകീ. ഗുരുവായൂർ കാണുന്നില്ല? നിങ്ങളിപ്പോൾ കാണുന്നില്ലേ? ദാസേട്ടൻ പാടണം കേട്ടോ, ഞാൻ പാടിയാലാവില്ല. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാനോർത്തു പോകും. ഒരു പീലി എങ്ങാനും കാണുമ്പോഴവിടുത്തെ, ഒരു പീലി എങ്ങാനും കാണുമ്പോഴവിടുത്തെ തിരുമുടി കൺമുന്നിൽ മിന്നിമായും, തിരുമുടി കൺമുന്നിൽ മിന്നിമായി. നമുക്കത് പോരെ? നമുക്കത് മതിയല്ലോ അല്ലേ? ക്ഷേത്രത്തിൽ ചെന്നാൽ നമുക്ക് വേറെ എന്താ വേണ്ടേ? ഒന്നും വേണ്ട, ഇത് മതി. ഇപ്പോൾ ആ വസുദേവർ ഭഗവാനെ മകനായി കിട്ടിയിട്ടുള്ള 24 മണിക്കൂറും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇങ്ങനെ ജീവിക്കാൻ, സഹവസിക്കാൻ അനുഗ്രഹം കിട്ടിയിട്ടുള്ള പുണ്യാത്മാവ് അദ്ദേഹമാണ്. സംവാദത്തിലെ മറ്റേ ആൾ. അദ്ദേഹത്തിൻ്റെ കൂടെ ഈ എന്താ പറയുക, ജഗദ്ഗുരുവായിട്ടുള്ള കൃഷ്ണനുണ്ട് അല്ലേ? കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരുമെന്നല്ലേ? പക്ഷേ ആ ജഗദ്ഗുരുവിനോട് ചോദിക്കാതെ അദ്ദേഹത്തിന് ചില സംശയങ്ങളുള്ളത് ഈ നാരദനോടാണ് ചോദിക്കുക. അതാണ് സനാതന ധർമ്മത്തിൻ്റെ വൈശിഷ്ട്യം എന്നുള്ളത് നാം അറിയണം കേട്ടോ. ഇങ്ങനെ കൃത്യമായി ഓരോരുത്തർക്ക് ഉത്തരവാദിത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാണ്. ആരെ, എവിടെ, എപ്പോൾ, എങ്ങനെ, അതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന്. മനുഷ്യൻ എങ്ങനെയൊക്കെ സംശയങ്ങൾ, അവൻ്റെ പ്രതിസന്ധികൾ പരിഹരിക്കണം, അതിനെങ്ങനെ ആര് കൃത്യമായി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നാരദൻ ഈ ഗോകുലത്തിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അങ്ങനെ വസുദേവർ നാരദനെ കാണുന്നു. നാരദൻ വരിക എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനിയാണ്. അതിൻ്റെ എല്ലാ ആദരവോടും കൂടി വസുദേവർ അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് ഒക്കെ ഇരുന്നു. അതിനുശേഷമാണ് നാരദനോട് വസുദേവർ ഈ സംശയം ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ചില സംശയങ്ങൾ, ആശങ്കകൾ, ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം. ഭാരതം വിശ്വാസികളുടെ നാടല്ല കേട്ടോ, അങ്ങനെയൊക്കെ ധരിച്ചു വെച്ചവരുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാർ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ബ്ലാക്ക് മാജിക്കിൻ്റെ നാടാണ്, അന്ധവിശ്വാസങ്ങളുടെ നാടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വിശ്വാസികൾ ആരുമില്ല, ഇവിടെ അന്വേഷകരാണ് കേട്ടോ. ഈ ഇരിക്കുന്നവരെല്ലാം അന്വേഷകരാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പോരാ നേത്തി നേത്തി നേത്തിന്ന് എത്ര സപ്താഹം കേട്ടതാ ഒറ്റ പുസ്തകം. പക്ഷേ വായിക്കും തോറും സ്വാദ് കൂട്ടി വരികയാണ്. കേൾക്കും തോറും സ്വാദ് കൂടി വരിക. കഴിക്കും തോറും വീണ്ടും സ്വാദ് കൂടി. ഇങ്ങനെയുണ്ടോ? ഇങ്ങനെ മറ്റെന്തെങ്കിലും ഒരു ലഡ്ഡു തന്നാൽ, ആദ്യത്തെ ലഡ്ഡു നല്ല സ്വാദായിട്ട് കഴിച്ചു,
ഒരു രണ്ടാമത്തത് വന്നാൽ നല്ല കൊതിയുണ്ട്. ഞാനാണെങ്കിൽ മധുരപ്രിയനാണ്. രണ്ടാമത്തതും കൂടെ ഞാൻ അതേ രുചിയോടുകൂടി കഴിക്കും. മൂന്നാമത്തത് തരുന്നവനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കും, അല്ലേ? അതും വേണമെങ്കിൽ കഴിക്കാമെന്ന് വിചാരിക്കും. നാലാമത്തത് തരുന്നവനെ ഓടിച്ചിട്ട് തല്ലും, അല്ലേ? ഒരേ ലഡുവാ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഭാഗവതം 1 കേട്ടു 2 കേട്ടു. ഇവിടെ ഇരിക്കുന്ന ഈ സജ്ജനങ്ങളൊക്കെ എത്ര പ്രാവശ്യം കേട്ടിട്ടുള്ളതാ. ഓരോ പേജിലും ഭഗവാനാണേ. ഭാഗവതം എന്നാൽ എന്ത് തന്നെ? ഭഗവാൻ തന്നെയാണ്. ഭഗവാനെ സംബന്ധിക്കുന്നത് ഭാഗവതം, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ ഭഗവാനെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണ് വസുദേവർക്ക് ഈ നാരദരോട് ചോദിക്കാനുള്ളത്. അപ്പോഴാണ് സംശയം വന്നത്, വീട്ടിൽ ആളിങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാ ഇവൻ ഈ നാരദനോട് ചോദിക്കാൻ പോവുക എന്നാ. അതിനുത്തരം നാരദൻ അവസാനം പറയുന്നുണ്ട്. അത് നമുക്ക് ഈ പ്രഭാഷണത്തിൻ്റെ അവസാനം വിശദീകരിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതും ഈ നാടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമെന്ന്. മറ്റൊരു നാട്ടിലും ഇല്ല കേട്ടോ. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന്. ചോദ്യം ചോദിച്ചിട്ടുള്ളവരെല്ലാം മഹാത്മാവായി മാറിയ നാടാണ് ഭാരതം. ആരൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ അവരെല്ലാം മഹാത്മാക്കളായി മാറി. എന്താ കാര്യം? ചോദിച്ചറിയുന്നത് മുഴുവൻ ജ്ഞാനമാണ്, അല്ലേ? ജ്ഞാനം എന്താ? ഭഗവാൻ തന്നെയല്ലേ. ജ്ഞാനം കൈവരുമ്പോൾ ഉള്ളിലുള്ള ബ്രഹ്മത്തെ തിരിച്ചറിയുമെന്നാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ജ്ഞാനം അഹം ബ്രഹ്മാസ്മി. ഉള്ളിലുള്ള ബ്രഹ്മത്തെ അറിയലാണ് നോയിങ് വൺ സെൽഫ്. നമ്മൾ ഈ എന്താ പറയുക, സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, ബാഹ്യപ്രപഞ്ചത്തെ കീഴടക്കുന്നതിന് അറിയുന്നതിന് വേണ്ടി കണ്ണും തുറന്നെല്ലാം വെളിയിലേക്ക് നോക്കി നടക്കുകയാണ്. എന്നാൽ ഈ ബാഹ്യപ്രപഞ്ചത്തെ പോലെ തന്നെ ഒരു ആന്തരിക പ്രപഞ്ചം ഉള്ളിലുണ്ട്, അതിനെ നോക്കണില്ല. അങ്ങോട്ടൊന്ന് നോക്കാൻ തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെ പ്രതിസന്ധികളിലാണോ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണോ ഉത്തരം തേടുന്നത്, കണ്ണടച്ച് 5 മിനിറ്റ് അകത്തേക്ക് നോക്കിയാൽ എല്ലാത്തിനും ഉത്തരവുണ്ട്. പക്ഷേ ഇരിക്കില്ല. സനാതനധർമ്മി ഇരിക്കില്ല, അല്ലേ? ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന പ്രഭാഷണ വേദികളിലെല്ലാം ആളുകൾ ഇരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ആളുകളുടെ ഞരമ്പുകളൊക്കെ ഒന്ന് കുറച്ച് ലൂസായി ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചിരിക്കുകയില്ല, ഒക്കെ വലിഞ്ഞു മുറുകിയിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. എന്താ കാര്യം? ഇവൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവണില്ല എന്ന്. എന്ത് വായനയാണ് ഞാൻ വായിക്കുന്ന ഭഗവാനെ, പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾ എന്നും പ്രശ്നങ്ങളാണല്ലോ. അങ്ങനെയുള്ളൂ, അതാണല്ലോ മായ. ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്, ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം നന്നായി ചിരിക്കുന്നുണ്ട്, വലിയ സന്തോഷം എന്നുള്ളതാണ്. അപ്പോൾ നാരദരോട് വസുദേവർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്താ? അപ്പോൾ നാരദന് വലിയ സന്തോഷം. അങ്ങനെയാണ് കേട്ടോ. ചോദ്യം ചോദിക്കുമ്പോൾ ഇന്നത്തെ പോലല്ല. നാരദനോട് ചോദ്യം ചോദിച്ചപ്പോൾ വഴക്കു പറയുകയല്ല ചെയ്ത്, ദൈവമേ നീ എന്നോട് ചോദിച്ചല്ലോ, ഇതിൽ പരം എനിക്കിനി എന്താ ഒരു ആനന്ദമുള്ളത് എന്നാ ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഗുരുനാഥന്മാർ. അപ്പം അന്ന് ചോദ്യം ചോദിച്ചിരുന്നത് വിദ്യാർത്ഥികളാണ്. അധ്യാപകരുടെ പണി എന്തായിരുന്നു? ഉത്തരം പറയലായിരുന്നു. ഇന്ന് അധ്യാപകർ ചോദ്യം ചോദിക്കുകയും വിദ്യാർത്ഥി ഉത്തരം അന്വേഷിച്ച് നടക്കുകയും ചെയ്യേണ്ടി വരിക. നോക്കൂ എങ്ങനെയാണ് വിദ്യാഭ്യാസം അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. അർജുനൻ എന്ന വിദ്യാർത്ഥി യുദ്ധത്തിൻ്റെ നടുവിൽ തേർത്തട്ടിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ഭഗവാൻ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, ഇല്ലേ? 4 പാടും അമ്പുകൾ ഇങ്ങനെ വരാവുന്ന തരത്തിലേക്ക് യുദ്ധം ഇങ്ങനെ വലിയ ബ്ലഡ് പ്രഷറൊക്കെ കൂടി നിൽക്കുന്ന സമയത്താണ് ഇവൻ തലേ കറങ്ങി വീഴുകയും ചോദ്യം ഒരു പ്രശ്നമില്ല അദ്ദേഹത്തിന്. എത്ര പ്രാവശ്യം പറഞ്ഞു ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ ആണെങ്കിൽ ക്ഷമ കേട്ടിട്ട് ഇവനെ എന്നാൽ ഇനി എവിടെയെങ്ങാനും കിടന്നു എന്ന് തീരുമാനിക്കും. ഇദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. പറഞ്ഞത് തന്നെ പിന്നെയും വേറെ രീതി ഒന്നേ പറയാനുള്ളല്ലോ. ഏകം സത്വിപ്ര ബഹുധാ വദന്തി. ഞാൻ പറയുന്നതും ഇനി ഇവിടെ വന്ന് പറയാനിരിക്കുന്നവരും ഇന്നലെ പറഞ്ഞവരും ഇനി നാളുകളിൽ പറയാനുള്ളതെല്ലാം ഒന്നേ ഉള്ളൂ. ഈ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ ഇവനുണ്ടോ മനസ്സിലാവണുണ്ടോ? അവൻ പിന്നെയും ഇങ്ങനെ സംശയം അല്ല അപ്പോ ഇവന് തെളിച്ചമുണ്ടാവുന്നില്ലല്ലോ. അവസാനമാണ് അദ്ദേഹം വിശ്വരൂപം കാണിച്ചു. അദ്ദേഹത്തിന് ഇനി ഇതിനപ്പുറത്തൊന്നും ചെയ്യാനില്ല. അപ്പോഴും തെളിയണില്ല. പിന്നെ അവസാനം അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിരിക്കുന്നു, ഇനി നിൻ്റെ ഇഷ്ടം. തള്ളേണ്ടത് തള്ളാം, കൊള്ളേണ്ടത് കൊള്ളാം. ഏതായാലും കൊണ്ടു, ഇല്ലേ? ബാക്കി ഭാഗം വെള്ളിത്തിരയിൽ നമ്മൾ കണ്ടു, എന്താണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ നാരദർ അനുഗ്രഹം, നന്നായി, നീ ചോദിച്ചത് നന്നായി കേട്ടോ, എനിക്കിത് പറയാൻ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ വസുദേവരുടെ ചോദ്യങ്ങൾക്ക് നാരദൻ ഉത്തരം പറയുകയാണ്. പക്ഷേ അവിടെയും നാരദനൊരു ശൈലി സ്വീകരിക്കുന്നുണ്ട്. അതും ഈ നമ്മുടെ ധർമ്മത്തിൻ്റെ ഒരു ശൈലിയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ. സംവാദ പദ്ധതി എന്ന് പറയുന്നത് പോലെ തന്നെ നാരദര് ഈ ചോദ്യങ്ങൾ ഇങ്ങോട്ട് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ചിട്ട് ഉത്തരം പറയുകയല്ല. അദ്ദേഹം
വേറൊരു ഏട് കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കുകയാണ്, ഒരു കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുകയാണ് ഇന്നത്തെ കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞ്. വേറൊരിടത്ത് പോയി അദ്ദേഹം ഒരു ഭാഗം എടുത്തുകൊണ്ടുവന്ന് വസുദേവരുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ആ ഭാഗമാണ് നവയോഗി ഉപാഖ്യാനം എന്നുള്ളത്. വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്, വായിക്കേണ്ടതാണ്. വായിച്ചാൽ നമ്മുടെ വലിയ ഒരു അജ്ഞാനം മാറും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അതാണ് എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിവിടെ പറയാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ നവയോഗി ഉപാഖ്യാനമാണ് നാരദര് വസുദേവരോട് പറയുക. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിമി ചക്രവർത്തി നവയോഗികളോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആ ചോദ്യം, ആദ്യത്തെ നിൻ്റെ ചോദ്യം അവർ ചോദിച്ചതാ കേട്ടോ. അപ്പോൾ പിന്നെ അതിനുത്തരം നവയോഗികൾ പറഞ്ഞത് ഞാൻ പറയാം. നോക്കൂ, നാരദൻ പറയല്ല. അവരന്ന് ചോദിച്ചപ്പോൾ, നിമി അങ്ങനെ ചോദിച്ചപ്പോൾ നവയോഗികൾ ഉത്തരം കൊടുത്തത് ഇങ്ങനെയാണ്. അപ്പോൾ നിൻ്റെ ചോദ്യവും അതുതന്നെ ആയതുകൊണ്ട് നവയോഗി പറഞ്ഞിട്ടുള്ള ഉത്തരം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് നാരദൻ പറയുകയാണ്. അപ്പോൾ ആരാണ് നവയോഗികളെന്ന് കൂടി സാന്ദർഭികമായി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ഈ സ്വയംഭൂ മനുവിൻ്റെ മൂത്ത പുത്രൻ, അങ്ങനെ അതിൻ്റെ ഒരു ലീനിയേജ് ഉണ്ട് കേട്ടോ. അതെല്ലാം പറഞ്ഞു വന്നാൽ സമയം എടുക്കുമെന്നുള്ളത് കൊണ്ടാണ്. അതിൽ ഋഷഭദേവൻ്റെ 100 പുത്രന്മാരിൽ ഏറ്റവും മൂത്തയാളായിരുന്നു ഭരതൻ. ഭാരതം എന്നുള്ളത് ആ ഭരതനുമായി ചേർത്തിട്ടാണ് കേട്ടോ. ഒരു നാടിന് ഒരു രാജാവ് പ്രതീകമായി മാറുക. ഇന്ന് ഭരണകർത്താക്കൾ നാടിന് പ്രതീകമായി മാറുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഈ ഭാഗവതം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരേണ്ട സംശയങ്ങളാണ് കേട്ടോ. കാര്യങ്ങൾ വ്യാഖ്യാനത്തിലൂടെ വേണമല്ലോ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അടിമയായി പോവും. കാര്യങ്ങൾ അറിയണം എന്നുള്ളതാണ്. അപ്പോൾ രാജാവ് അല്ലെങ്കിൽ രാജതന്ത്രം എങ്ങനെയാണ് എന്നൊക്കെ ഭാരതത്തിൽ കാട്ടിത്തന്നിട്ടുള്ള ധാരാളം രാജാക്കന്മാരുണ്ട്. അപ്പോൾ അതിൽ ഭാരതവുമായി ചേർത്ത് വെക്കുന്ന ആളാണ് ഭരതൻ. അജനാഭം എന്ന ഈ ഖണ്ഡത്തിന് ഭാരതം എന്ന് പേര് വന്നിട്ടുള്ളത് ഭരതൻ കാരണമാണ്. ഋഷഭദേവൻ്റെ മൂത്തപുത്രനാണ്. ബാക്കിയുള്ള 99-ൽ അവസാനത്തെ 9 എണ്ണമാണ് നവയോഗികൾ. ഇപ്പോൾ ഇവിടെ കുട്ടികൾക്കൊരു പഞ്ഞവും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കണം കേട്ടോ. മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ ഗർഭമുണ്ടാവുമെന്ന് കണ്ടെത്തി അത് പ്രാവർത്തികമാക്കിയവരുടെ നാടാ ഭാരതം, ഇല്ലേ? ഇന്ന് കല്യാണം കഴിച്ചാൽ തന്നെ കുട്ടികൾ ഉണ്ടാവണില്ല, എന്നിട്ട് അതിന് കാശ് മുടക്കി വേറെ ചികിത്സക്ക് പോവുകയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള സകല ജീവികളും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അത്ര പ്രസവിക്കുന്നതിനും മടിയില്ലാതെ നിൽക്കുമ്പോൾ മനുഷ്യൻ, ദൈവത്തിൻ്റെ ഏറ്റവും ഉന്നതനായ സൃഷ്ടിക്ക് തന്നെപ്പോലെ ഒരെണ്ണത്തിനെ ഉൽപ്പാദിപ്പിക്കാൻ ആരുടെയെങ്കിലുമൊക്കെ സഹായം ആവശ്യമായി. ഒരു കഴിവും ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ്. പ്രകൃതി നിയമമാണ്, നടക്കണില്ല. അപ്പോൾ എത്രമാത്രം മലിനമായിരിക്കുന്നു നമ്മളെന്നുള്ളതാണ് കേട്ടോ. സത്രവേദിയിൽ നമ്മൾ അതും അറിയണ്ടേ, എത്ര മാത്രം മലിനമാവുന്നു എന്നുള്ളത്. അതിന് പോലും കഴിവില്ലാത്തവരായി മാറുന്നുവെന്ന്. ഒരു ചെറിയ വൈറസൊക്കെ വിചാരിച്ചാൽ എല്ലാത്തിനെയും 3 വർഷം പെരക്കത്ത് വേണമെങ്കിൽ ഇരുത്താന്നുള്ളത്. എല്ലാം ഭയങ്കര കേമന്മാരാണ്, പക്ഷേ എല്ലാം പെരക്കകത്താണ്, വെളിയിൽ ഇറങ്ങില്ല. ബാക്കി അകത്തിരുന്ന് ജനൽ തുറന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ മനുഷ്യനൊഴിച്ച് സകല പ്രാണികളും സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കുക, ഒരു പ്രശ്നവുമില്ല. വൈറസിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവൻ മാസ്കും വെച്ച് പെരക്കാത്തിരിക്കുക. ഏറ്റവും അടുത്ത ആൾ മരിച്ചു, അയ്യോ അവിടെ ഒന്നും പോകാൻ ഒരു നിവൃത്തിയില്ല. ബന്ധമൊക്കെ വേറെ, സ്വന്തം ജീവൻ എന്ന് പറയുമ്പോൾ ബന്ധമൊക്കെ മാറി, ഇല്ലേ? നമ്മൾ കണ്ടില്ലേ? അപ്പോൾ ഇവിടെ 100 പ്രസവിച്ചു എന്നുള്ളതാ കേട്ടോ. അതിൽ അവസാനത്തെ 9 ആളുകളാണ് ഈ നവയോഗികൾ എന്നുള്ളത്. ഇപ്പോൾ ഈ നവയോഗികൾ നാരദനെ പോലെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് നാരദൻ നവയോഗികളെ അവിടെ കൊണ്ടുവന്നത്. എന്താ നമ്മുടെ പൂർവികരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്താ? ഈ അറിവ് വിളംബരം ചെയ്ത് നടക്കുക എന്നുള്ളത്. നാട് മുഴുവൻ ഇങ്ങനെ നടക്കുക എന്നൊക്കെ പറയുന്നത് അവർക്കൊരു പ്രശ്നമല്ല. നമുക്കാണെങ്കിൽ ടോയ്ലറ്റിലേക്ക് സ്കൂട്ടറിൽ പോകാമെങ്കിൽ അങ്ങനെ പോകാമെന്ന് വിചാരിക്കാം, മേല. ഭാരതം മുഴുവൻ 3, 4, 5 പ്രാവശ്യം നടക്കാൻ നമ്മുടെ ആളുകൾക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പറയും അവരൊക്കെ വലിയ യോഗികളായിരിക്കും, അതുകൊണ്ടാ അല്ലേ? അങ്ങനെയൊന്നും അല്ലെന്നേ. കാലടിയിൽ ജനിച്ച ശങ്കരാചാര്യസ്വാമികൾ എത്ര നടപ്പ് നടന്നു. നമ്മുടെ മലയാളിയല്ലേ, നമുക്കൊരു അഭിമാനം ഉണ്ടാവണ്ടേ? മലയാളികൾക്ക് ഇതിനപ്പുറത്തൊരു അഭിമാനം ഉണ്ടോ? ശങ്കര ദിഗ്വിജയം നേടി, സൈനിക വിജയത്തിൻ്റെ പരിവേഷമല്ലേ ശങ്കരൻ എന്ന് പറയുമ്പോൾ. അദ്ദേഹം നടപ്പത്ര നടന്നു, വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ അറിവ് വിളംബരം ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെയാണ് അവർ ഈ നാടിൻ്റെ സംസ്കൃതിയെ രൂപപ്പെടുത്തിയത്, അതിനെ വളർത്തിയത്, അതിനെ നിലനിർത്തിയത്, അതിനെ പകർന്ന് നമ്മളിലേക്ക് എത്തിച്ചത്. അതുകൊണ്ടാണ് ആര് വിചാരിച്ചാലും ഇത് കെടുത്താൻ പറ്റാത്തത്. അടിത്തറ അത്ര ഭദ്രമാണ് എന്നാ സ്വാമി വിവേകാനന്ദൻ അങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം അമേരിക്കയിൽ ചെന്ന് പ്രഭാഷണങ്ങളൊക്കെ നടത്തി. ഒരിടത്ത് ചെന്നപ്പോൾ ഒരു യൂറോപ്യൻ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയി കുറേ പുസ്തകങ്ങളിങ്ങനെ അടുക്കി വച്ചിരിക്കുകയാണ്, ഒരു കസേരയിൽ വച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, നിങ്ങളുടെ മതഗ്രന്ഥം, എല്ലാ മതങ്ങളുടെയും മതഗ്രന്ഥങ്ങൾ ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ.
പക്ഷേ നിങ്ങളുടെ മതഗ്രന്ഥമുണ്ടല്ലോ, അത് ഞാൻ ഏറ്റവും അടിയിലാണ് വച്ചിരിക്കുക. കാരണം അത്രേ അതിന് പറ്റൂ. ഓരോന്നിൻ്റെ ആ ശ്രേഷ്ഠത അനുസരിച്ചാണ് ഞാൻ വച്ചിട്ടുള്ളത്. യൂറോപ്പിനാണേ പറയുന്നത്. അപ്പോൾ സ്വാമി ഇങ്ങനെ നോക്കിയപ്പോൾ ഭഗവത്ഗീതയാണ് ഏറ്റവും അടിയിൽ വെച്ചിട്ടുള്ളത്. ബാക്കി ഗ്രന്ഥങ്ങളെല്ലാം മുകളിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സായിപ്പിൻ്റെ മതഗ്രന്ഥം ഏറ്റവും മുകളിലാണ്. ഏറ്റവും നോക്കൂ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഞാൻ ഏറ്റവും മുകളിൽ വെച്ചിട്ടുണ്ട്. സ്വാമി ഒന്ന് ചിരിച്ചു, കുറച്ചു നേരം ചിരിച്ചു. സ്വാമിയുടെ ചിരി എന്നൊക്കെ പറയുമ്പോൾ അവതാരമാണ്. അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, നന്നായി, കാരണം ഇതിനടിയിൽ വയ്ക്കാൻ എൻ്റെ മതഗ്രന്ഥത്തിനേ പറ്റൂ. കാരണം വേറെ ഏത് വെച്ചാലും ഇതിൻ്റെ മണ്ടയിൽ നിനക്കൊന്നും വയ്ക്കാൻ പറ്റില്ല എന്ന്. ഇനി പിറവിയെടുക്കാനുള്ള മുഴുവൻ മതങ്ങളുടെയും പുസ്തകം എടുത്ത് ഗീതയുടെ മുകളിലേക്ക് വെച്ചോളൂ, ഗീത താങ്ങും. കാരണം അതിനകത്തുള്ളതൊക്കെ വെളിയിൽ എല്ലായിടത്തും ഉള്ളൂ. അതിനകത്തില്ലാത്തത് നിനക്കൊന്നും സ്വപ്നം കാണാൻ പറ്റില്ല എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്. സനാതന ധർമ്മ വിശ്വാസി അഭിമാനം കൊള്ളണ്ടേ, നെഞ്ച് നിവർത്തി നിൽക്കണ്ടേ. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഒന്ന് കൂനിപ്പോയി. ഒരു ശകലം നട്ടലിന് ഒരു വളവ് വന്നിട്ടുണ്ട്, നിവർത്തണ്ടേ. നിവർത്താൻ നമുക്ക് ഈ നവയോഗി ഉപാഖ്യാനം ഒന്ന് ശ്രമിച്ചു നോക്കാം. നിവരുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം, അല്ലേ? അപ്പോൾ അങ്ങനെ നിമി ചക്രവർത്തിയുടെ അടുത്ത് ഈ ജ്ഞാന വിളംബരം ചെയ്ത് നവയോഗികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്കാണ് നിമി ചക്രവർത്തിയുടെ അടുത്തേക്ക് ഇവർ വരുന്നത്. അപ്പോൾ നിമി ചക്രവർത്തി ഇവരെ സ്വീകരിച്ച് സത്രയാഗത്തിൽ സ്വീകരിച്ചൊക്കെ ഇരുത്തിയിട്ട് അദ്ദേഹം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഇവർ 9 പേരുള്ളത് കൊണ്ടാവാം നിമി 9 ചോദ്യം ചോദിച്ചത്. അങ്ങനെയാണ് കേട്ടോ, 9 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇവർ 9 എണ്ണമാണ്. അപ്പോൾ അതിൽ ആദ്യം ചോദിച്ച ചോദ്യം, വസുദേവ നീ ചോദിച്ചതാ എന്ന് പറഞ്ഞിട്ടാണ് നാരദൻ ഈ നവയോഗിയെ അവിടെ കൊണ്ടുവരുന്നത്. എന്താണ് ചോദ്യം? ഭാഗവത ധർമ്മം എന്താണ് എന്നാ വളരെ കൃത്യമായി അവിടെ പറയുന്നുണ്ട്. എന്താണ് ഭാഗവത ധർമ്മം? ഇപ്പോൾ നവയോഗികളിൽ ആരാണ്? കവി എന്ന യോഗിയാണ് അതിനുത്തരം പറയുക. അദ്ദേഹം ഭാഗവതധർമ്മം എന്താണ് എന്ന് പറയുന്നുണ്ട്. മനുഷ്യന് 3 കരണങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? വാക്ക്, വിചാരം, പ്രവൃത്തി, അല്ലേ? ഈ 3 കരണങ്ങളാണുള്ളത്. ഈ 3 കരണങ്ങളും എപ്പോഴും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുക. ഇവിടെ ഇരിക്കുമ്പോഴും വീട്ടിലിപ്പോൾ കൊച്ചെന്തെടുക്കുകയാണ്, അല്ലെങ്കിൽ ഭർത്താവ് ഇനി താമസിച്ചാൽ വഴക്ക് പറയുമോ, നാളെ ഇനി ജോലിക്ക് പോവേണ്ടതല്ലേ, മനസ്സ് വിഷയങ്ങളിൽ ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഇന്ദ്രിയ ബന്ധിതമാണ് നമ്മുടെ കരണങ്ങളെല്ലാം. ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ഈ കരണങ്ങളെ ഭഗവാനിലേക്ക് ചേർക്കാൻ പറ്റിയാൽ ആ ചേർക്കലാണ് ഭാഗവതധർമ്മം. അതാണ് ഭാഗവതധർമ്മത്തിൻ്റെ സ്വരൂപമെന്ന്. എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇല്ലേ? ഏതിലാണ് പറയുക? നാരായണീയത്തിൽ പറയുന്നില്ലേ? ഹരിനാമ കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ. എന്താ പറയുക? യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, അല്ലേ? യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതികൾ, എല്ലാം നാരായണൻ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാത്തിലേക്കും നാം ചെയ്യുന്നതെല്ലാം മനസ്സിൻ്റെതായ വാക്കായാലും ചിന്തയായാലും പ്രവൃത്തിയായാലും ഒക്കെ ഈശ്വരനിലേക്ക് ചേർത്താൽ അതാണ് ഭാഗവത ധർമ്മം എന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ പറ്റുക അതത്ര എളുപ്പമാണോ എന്നുള്ളതാണ്. അത് ചെയ്യാതെ അജ്ഞാനം മാറില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രശ്നം എന്താ? നമുക്ക് ഭയമാണ്. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഭയങ്ങളെല്ലാം മാറേണ്ടതായിരുന്നു. എന്താ കാര്യം? നമ്മുടെ ആളുകൾക്ക് ഭരണമൊക്കെ കിട്ടി, ഇല്ലേ? നമ്മുടേതായിട്ടുള്ള കഷ്ടകാലങ്ങളെല്ലാം തീർന്നു, എല്ലാ ഭയവും മാറി, നമ്മൾ സന്തോഷത്തിലേക്ക് വന്നു എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പോഴും നമ്മളെ എന്തോ ഒരു ഭയം വല്ലാതെ പിടികൂടിയിട്ടുണ്ട്. എല്ലാവരും ഭയപ്പാടിലാണ് എന്നാണ്. അപ്പോൾ ഭയം മാറണമെങ്കിൽ അറിവുണ്ടാവണം. അറിവ് നേടലാണ് ജ്ഞാനം എന്നുള്ളതാണ്. അതാണ് എല്ലാത്തിൻ്റെയും പ്രതിവിധി എന്ന് തിരിച്ചറിയണം. ആ അറിവ് ബ്രഹ്മജ്ഞാനമാവുമ്പോഴാണ് അത് ഭാഗവത ധർമ്മമാവുക. എന്താ കാര്യം? അറിവ് ഒന്നേ ഉള്ളൂ, എല്ലാം ബ്രഹ്മമാണ് എന്ന്. നാം കാണുന്നതെല്ലാം ഈശ്വരൻ എന്ന് ചിന്തിക്കുക എന്നത്. എല്ലാം ഈശ്വരൻ്റെ ലീല. അങ്ങനെ പറയുന്നുണ്ടല്ലോ. കൃഷ്ണൻ ഉദ്ധവോപദേശം കൊടുത്തതിന് ശേഷം ഉദ്ധവരിങ്ങനെ നടന്നു പോകുമ്പോൾ യമുനാ തീരത്ത് വിതുരരെ കാണുന്ന ഒരു രംഗമുണ്ട്. ആരാണ് വിതുരറില്ലേ? പണ്ഡിതനാണ്, പണ്ഡിത കേസരിയാണ്. അപ്പോൾ വിതുരർ പറയുന്നുണ്ട്, ഞാൻ ഉദ്ധവനെ അല്ല കാണുക, വ്യക്തിയെ അല്ല കാണുക, തത്വത്തെയാണ് കാണുന്നത്. അങ്ങനെ മാറും. നമ്മളെ അല്ല കാണുക, നമ്മുടെ ഉള്ളിലുള്ള ബ്രഹ്മത്തെ കാണുക, ഞാൻ അങ്ങനെ കണ്ടുള്ളൂ എന്ന് ഈ വിതുരർ പറയുന്നുണ്ട്, ഉദ്ധവരെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഭാഗവത ധർമ്മം എന്നുള്ളത്
ഈശ്വരനെ ആശ്രയിക്കുക എന്ന്. അങ്ങനെ ആശ്രയിക്കാൻ നാം തീരുമാനിച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം, നമ്മുടെ ചിന്തകളെല്ലാം, നമ്മുടെ വാക്കുകളെല്ലാം ഭഗവാനെ ഉറപ്പിക്കലായി മാറും, നാമജപമായി മാറും എന്നുള്ളതാണ്. അങ്ങനെ മാറുമ്പോഴാണ് ഭാഗവത ധർമ്മം എന്നുള്ളത്, എല്ലാത്തിലും ഈശ്വര സമർപ്പണം എന്നുള്ളത് ഉണ്ടാവുക എന്നുള്ളത് പരിശീലനത്തിലൂടെ അത് സാധിക്കുന്നതാണ് എന്ന്. എന്താ കാര്യം? അത് മാത്രമേ ഉള്ളൂ. അതല്ലേ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞത്, അദ്വൈതം, രണ്ടാമതൊന്നില്ല. നമുക്കെപ്പോഴാ ഭയമുണ്ടാവുന്നത്? വേറെ ആരോ ഉണ്ട് എന്ന് തോന്നുമ്പോഴല്ലേ. ആളില്ല. രണ്ടുള്ളപ്പോഴല്ലേ ഭയമുണ്ടാവുക, രണ്ടാവുമ്പോഴല്ലേ ദുഃഖമുണ്ടാവുക. എല്ലാം ഒന്ന് എന്ന് തീരുമാനിച്ചാലോ ദുഃഖമില്ല. അപ്പോൾ ഈശ്വരനെ അറിയുക, ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്, ഈശ്വര സമർപ്പണമായി മാറുക എന്നുള്ളതാണ് ഉത്തരമായി ഈ കവി എന്ന യോഗി പറയുക. അപ്പോൾ നിമി രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഭാഗവത ധർമ്മത്തെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഭാഗവതോത്തമൻ്റെ ലക്ഷണം ഒന്ന് പറയാവോ എന്ന് ചോദിക്കുന്നു. എന്താണ് ലക്ഷണം? അങ്ങനെ ലക്ഷണം പറയാൻ പറ്റുമോ? അതിനുത്തരം പറഞ്ഞിട്ടുള്ളത് ഹരി എന്നിട്ടുള്ള നവയോഗികളിൽ രണ്ടാമത്തെ ആളായിരുന്നു, ഹരി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം അപ്പോൾ പറയുന്നുണ്ട്, ഈ പുറമേ നോക്കിയിട്ട്, ഒരാളെ നോക്കിയിട്ട് നമുക്ക് ലക്ഷണമൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുമോ? എത്ര കാര്യങ്ങളാണ് സമീപ കാലത്ത് നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കാണുന്നതല്ലേ. ആളുകളെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത, ദൈവമേ ഇങ്ങനെയോ, ഇവരിങ്ങനെയായിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നില്ലേ. ഇപ്പോൾ ഈ ഹരി യോഗിയും അങ്ങനെ തന്നെ പറയും, പുറമേ നോക്കിയിട്ട് നമുക്ക് തിരിച്ചറിയാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ പറയാവുന്നത് എന്താണ്? വാക്കും വിചാരവും പ്രവൃത്തിയെല്ലാം ഈശ്വര സമർപ്പണമായിട്ടാണ് എങ്കിൽ അത് ഭാഗവതോത്തമൻ്റെ ലക്ഷണമാണ് എന്ന് പറയാം. ഇന്ദ്രിയ വിഷയങ്ങളിലൊന്നും ആഗ്രഹം ഉണ്ടാകാതിരിക്കുക, അതും ഈ ഭാഗവത ഉത്തമന്മാരായിട്ടുള്ളവരുടെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ ഈ ഭേദചിന്തകളില്ലാതിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. എൻ്റേത് നിൻ്റേത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭേദചിന്ത ഉണ്ടാവുക എന്നുള്ളത്. അത് ധനം, പദവി എന്നൊക്കെ പറയുമ്പോൾ ആ ചിന്തകൾ വളരെ കൂടുതലാണ് താനും. എൻ്റെ പൈസ, എൻ്റെ പണം എന്നൊക്കെ പറയും. ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകുന്നുമില്ല, പക്ഷേ എല്ലാം എൻ്റേതായി മാറുകയാണ്. വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നുമില്ല. പക്ഷെ നമ്മുടെ ധാരണ എന്താണ്? ഇത് നമ്മുടേതാണ് എന്നാ, നമ്മൾ ഓണേഴ്സാണ് എന്നാണ് ധരിക്കുക. ഇല്ല, ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്, ഇത് എൻ്റെതാണ് എന്ന് ഞാൻ ധരിച്ചാൽ എന്താ അവസ്ഥ? ഇത് ഞാൻ വരുമ്പോൾ വേറൊരാളുടേതായിരുന്നു, ഇനി ഞാൻ മാറുമ്പോൾ മറ്റൊരാൾ ഇവിടെ വരൂല്ലേ. അത്രയേ ഉള്ളൂ. എനിക്കിത് സൂക്ഷിക്കാൻ മാത്രമുള്ള അധികാരമേ ഉള്ളൂ. ഉടമസ്ഥനും സൂക്ഷിപ്പുകാരനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞാൽ ഭാഗവതോത്തമനായി മാറുമെന്ന്. നമുക്കുള്ള കുഴപ്പം എന്താ? നമ്മൾ ഉടമസ്ഥരായി മാറുകയാണ് എന്നാ. ഇപ്പോൾ ഇവിടെ ഭേദചിന്തകൾ ഇല്ലാതിരിക്കുക എന്നതാ ഭക്തിയിൽ മുഴുകുക. ഭക്തിയിൽ മുഴുകുക എന്നുള്ളതും ഭാഗവതോത്തമൻ്റെ ലക്ഷണമാണ് എന്ന്. ഭക്തി പറയുന്നുണ്ടല്ലോ, അറിവൊന്നും വേണമെന്നില്ല ഇല്ലേ. കർമ്മയോഗവും ജ്ഞാനയോഗവും പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടി മഹത്തരമായിട്ടുള്ളതാണ് കലികാലത്തിൽ ഭക്തി എന്നുള്ളത്. അത് മാത്രം മതി എന്ന്. ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാനിൽ എത്താമെന്ന് എത്ര അധികം ആളുകൾ തെളിയിച്ചു ഇല്ലേ. നമുക്ക് സാധാരണക്കാരനായ പൂന്താനം തെളിയിച്ചില്ലേ ഇല്ലേ. നാരായണ ഭട്ടതിരിയുമായിട്ടൊക്കെ അദ്ദേഹത്തെ ഒന്ന് തുലനം ചെയ്താൽ അറിവിൻ്റെ കാര്യത്തിൽ ഒന്നുമില്ല, വെറും പച്ച മലയാളം. പക്ഷേ ജ്ഞാനപ്പാന എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാൻ തന്നല്ലേ. രാവിലെ അതൊന്ന് കേട്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. പക്ഷേ കേൾക്കില്ല. ഒറ്റ പ്രാവശ്യം എല്ലാ ദിവസവും ഇന്ന് മുതൽ കിടക്കുന്നതിന് മുൻപും രാവിലെ ഉണർന്നതിന് ശേഷവും അതൊന്ന് ഓൺ ചെയ്ത് വെച്ചാൽ ഈ ലീല ചേച്ചി അത് എത്ര മനോഹരമായി പാടിയിരിക്കുന്നു. വേറെ ആര് പാടിയത് കൊണ്ടും കാര്യമില്ല കേട്ടോ. ഭഗവാന്റെ നാദമായി അവരാണത് പാടിയിട്ടുള്ളത്. അതൊന്ന് കേട്ടു നോക്കൂ. അതിനപ്പുറത്ത് എന്ത് ഭാഗവത തത്വമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പക്ഷേ എന്താ കുഴപ്പം? കേൾക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഭാഗവതോത്തമൻ്റെ ലക്ഷണം അങ്ങനെ ഹരി യോഗി പറയുകയാണ്. മൂന്നാമത്തെ ചോദ്യം അപ്പോൾ നിമി ചക്രവർത്തി ചോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ തീരുന്നില്ല കേട്ടോ. ചോദ്യങ്ങളുടെ ഒരു ഭണ്ഡാരവുമായിട്ടാണ് ഈ നിമി ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ആളിനെ കിട്ടിയില്ലേ, ചോദിച്ചു കളയാമെന്നുള്ളത്. അങ്ങനെ ചോദിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം, മായ എന്നാൽ എന്താണ്? അടുത്ത ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ,
ധാരാളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെ വിചിത്രമായിട്ടുള്ളതാണ്, വിശാലമായിട്ടുള്ളതാണ്. എത്ര വിശദമായി ഇത് പഠിച്ചാലും പിന്നെയും സംശയമാണ്. എന്താ മായ എന്നുള്ളത്? അതെന്താണിപ്പോൾ ഈ മായ? അതാണ് മായയുടെ ഗുണം, മനസ്സിലാവില്ല എന്നുള്ളത്. ഇപ്പോൾ നിമി ഇവിടെ ചോദിക്കുകയാണ് എന്താണ് ഈ മായ. അപ്പോൾ അതിനുത്തരം പറയുന്നത് അന്തരീക്ഷൻ എന്ന് പറയുന്ന യോഗിയാണ്. അദ്ദേഹം ഇതിനുത്തരം പറയുകയാണ്, ഇവിടെ ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ദിവ്യലീലയാണ് മായ എന്ന്. വെറുതെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മതി, സർവം മായ എന്നുള്ളത്. എന്തൊക്കെയാണില്ലേ പറഞ്ഞില്ലേ? ഇന്നലെ ഓളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിയില്ല, ഇനി കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരമെന്ന് ഏതും അറിയില്ല. പക്ഷേ നമ്മുടെ ധാരണ എന്താ? നമ്മളൊഴിച്ച് ബാക്കിയെല്ലാം തീരും, നമുക്കുണ്ടാവും, നമുക്ക് ഇതില്ല എന്നാണ്. നമ്മൾ ചിരഞ്ജീവികളായി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കഥയുണ്ടല്ലോ, മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥയുണ്ട്, യുധിഷ്ഠിരനുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? തടാകത്തിൽ സഹോദരങ്ങൾ മരിച്ചു വീണിട്ട് അദ്ദേഹം ചെല്ലുമ്പോൾ ഒരു ചോദ്യശരങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിൽ അവസാനത്തെ ചോദ്യം അതായിരുന്നു, ഇതും കൂടെ പറഞ്ഞാൽ നിനക്ക് വെള്ളമെടുക്കാം അരുവിയിൽ നിന്ന്. എന്താണ് ചോദ്യം? ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അതാണ്. യുധിഷ്ഠിരൻ കുറച്ച് നേരമൊക്കെ ആലോചിച്ചിട്ട്, നമ്മളാണെന്നുണ്ടെങ്കിൽ പലതും പറയും ഇല്ലേ, ഈഫൽ ഗോപുരമാണ് ഇല്ലേ. ഏതോ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി പറഞ്ഞത് ഈ അടുത്ത ദിവസം കേൾക്കുകയുണ്ടായി. പ്രണയത്തിൻ്റെ പ്രതീകം എന്താണ്? അത് താജ്മഹലാണ്, അതിനപ്പുറത്ത് എന്ത് പ്രണയത്തിൻ്റെ പ്രതീകം? പഠിച്ചു നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് താജ്മഹൽ പ്രണയത്തിൻ്റെ പ്രതീകമല്ല എന്ന്. പക്ഷേ നമ്മളിപ്പോഴും ഈ പഠിപ്പിച്ചത് ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. വ്യാഖ്യാനം, സ്വാധ്യായമില്ല. ആരെങ്കിലും പറയുന്നത് കേട്ട് അതുമായിട്ട് നാട് നീളം ഇങ്ങനെ നടക്കുകയാണ്. അയ്യോ, താജ്മഹൽ കാണേണ്ടതാണ് കേട്ടോ, ഇങ്ങനെയുണ്ടോ എന്നുള്ളത്. പഠിച്ചു വന്നപ്പോഴല്ലേ ഭാര്യ മരിച്ചതിന് ശേഷം എന്താ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് താജ്മഹലിൻ്റെ ചരിത്രം മനസ്സിലാക്കുക. അത് പ്രണയത്തിൻ്റെ പ്രതീകമല്ല എന്ന് നാം തിരിച്ചറിയുമ്പോൾ, ഏതോ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയോട് ടീച്ചർ ചോദിച്ചപ്പോൾ ടീച്ചർ താജ്മഹലാണ് ഉത്തരം പ്രതീക്ഷിച്ചത്. കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു രാമസേതുവാന്ന് പറഞ്ഞു. ദൈവമേ, ടീച്ചറിന് കുറച്ച് നേരത്തേക്ക് ശ്വാസം എടുക്കാൻ പറ്റിയില്ല. ചിന്തിച്ചപ്പോൾ ഇതിനപ്പുറത്തൊരു ഉത്തരം ഇല്ല എന്ന്. രാമന് വേണമെങ്കിൽ വേറെ കല്യാണം കഴിക്കായിരുന്നു, കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛന് 3 ഭാര്യമാരുണ്ടായിരുന്നു ഇല്ലേ. സപത്നി വ്രതം എന്നുള്ളത് അന്നൊന്നും ഒരു പ്രശ്നമല്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കല്യാണം കഴിച്ചപ്പോഴേ തീരുമാനിച്ചു ഏകപത്നി വ്രതം എന്നുള്ളത് ഇല്ലേ. അതുകൊണ്ടാണ് യാഗത്തിൽ സീതയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, വേറൊരാളെ ഇരുത്താമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട അല്ലേ. എന്നിട്ട് സ്വർണത്തിൻ്റെ പ്രതിമ വെച്ചിട്ടാണ് യാഗം നടത്തിയിട്ടുള്ളത് ഇല്ലേ. നോക്കൂ, 3000 കിലോമീറ്റർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അന്വേഷിച്ചു പോയി കേട്ടോ. നമ്മുടെ ഇഷ ഫൗണ്ടേഷനിലെ സദ്ഗുരുവിനോട് ഏതോ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, രാമൻ മിത്തല്ലേ? എല്ലാം മിത്താണല്ലോ. അധികാരികളൊക്കെ പറയുമ്പോൾ നമ്മളും അത് വിശ്വസിച്ചു പോകും. പക്ഷേ അധികാരവും അറിവുമായി ഒരു ബന്ധവുമില്ലെന്ന് നമ്മളിപ്പോൾ അറിയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങനെ അല്ല എന്ന് തിരിച്ചറിഞ്ഞത്. അവസാനം സദ്ഗുരു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭാര്യ മരിച്ചു പോയി, അല്ലെങ്കിൽ ഭാര്യയെ കാണാതായി, അടുത്ത നിമിഷം തന്നെ വേറൊരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്ന ഒരു ഭർത്താവിനെയാണോ മോളെ നിനക്ക് ആവശ്യം, ഇഷ്ടം? അതോ സ്വന്തം ഭാര്യയെ അന്വേഷിച്ച് കഷ്ടനഷ്ടങ്ങളൊക്കെ സഹിച്ച് 3000 കിലോമീറ്റർ യാത്ര ചെയ്ത് ഭാര്യയെ വീണ്ടെടുത്ത പുരുഷനെയാണോ നിനക്കിഷ്ടമെന്ന് ചോദിച്ചപ്പോൾ കൊച്ചിന് കാര്യം മനസ്സിലായി. നമസ്കാരം സദ്ഗുരു ഉത്തരം പറഞ്ഞു. നമുക്ക് ഉത്തരം പറയാൻ അറിയില്ല, ഉത്തരം പറയാൻ പറ്റണം. സദ്ഗുരു ഉത്തരം ഇങ്ങനെയാണ് പറഞ്ഞത്. രാമൻ മിത്തല്ലേ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരമാണ് സദ്ഗുരു പറഞ്ഞത്. കൊച്ചു പറഞ്ഞു എനിക്ക് രാമനെ പോലെയുള്ള ഭർത്താവ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക, മായ എന്നുള്ളതിനെക്കുറിച്ച് എല്ലാം മായയാണ്. ഈ കാണുന്നതെല്ലാം മായയാണ് എന്നുള്ളതാണ്. എല്ലാം ഇവിടെ ജനിച്ച് വളർന്ന് നിലനിന്ന് തളർന്ന് ക്ഷയിച്ച് മരിച്ച് വീണ്ടും ജനിച്ച് ഈ ചക്രം ഇങ്ങനെ പോവുകയാണ്. ഇതിനകത്ത് ഭൂഗോളത്തിൻ്റെ ഏതാണ്ടൊരു കോണിലിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു? അതാണ് മായ. നമുക്കിതിനെയൊക്കെ മനസ്സിലാക്കിയെടുക്കുക നമ്മുടെ ഈ ചെറിയൊരു ആയുസ്സിൽ പറ്റുന്നതല്ല. പക്ഷേ മനസ്സിലാക്കാതെ നിവൃത്തിയില്ലല്ലോ, അറിവ് നേടണ്ടേ, ബ്രഹ്മത്തിൽ ലയിക്കേണ്ടതുണ്ട്, ജ്ഞാനത്തിലൂടെ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഈ നടക്കുന്നതെല്ലാം ഭഗവാന്റെ മായയാണ് എന്ന് ഈ അന്തരീക്ഷൻ പറയുകയാണ്. അപ്പോൾ അടുത്ത ചോദ്യങ്ങളിങ്ങനെ ആവർത്തിക്കുകയാണ് നീ. അങ്ങനെയെങ്കിൽ ഈ മായാബന്ധനത്തിൽ നിന്ന് മോചിതനാവാൻ എന്താ ഉപായം? ഇതിനെന്തെങ്കിലും മാർഗം ഉണ്ടാവുമല്ലോ. എല്ലാം മായയാണ് എങ്കിൽ
ഇതിനുള്ള ഉപായം എന്താണ്? ഇതിൻ്റെ ബന്ധനത്തിലാണ് നാം ഇങ്ങനെ, ഇല്ലേ? അപ്പോൾ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ദുഃഖമുണ്ടാകുന്നു. എന്താ ദുഃഖത്തിന് കാരണം? ബന്ധനമാണ് എന്നാ. എല്ലാം നമ്മളുമായി ബന്ധപ്പെട്ടതാണ് എന്നാ. എല്ലാത്തിൽ നിന്നും ഒരു അകലം ഒന്ന് വയ്ക്കാൻ തീരുമാനിച്ചേ ദുഃഖം ഇല്ലാതാവും, ഇല്ലേ? നമുക്കുള്ള കുഴപ്പം എന്താ? കൊച്ചിനെ ചെറുതായിരിക്കുമ്പോൾ അതിനെ ഒന്ന് സ്വന്തം കാലിലൊക്കെ ഒന്ന് നിർത്തി അതിനെ പള്ളിക്കൂടത്തിൽ വിട്ടു. പള്ളിക്കൂടത്തിൽ വിട്ടാലോ 1ാം റാങ്ക് വേണം, നമ്മുടെ പ്രശ്നമാണ്. അപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്നത് കൂടാതെ നമ്മളും വീട്ടിലിരുത്തി പഠിപ്പിക്കുകയാണ്. അമ്മമാരൊക്കെ എല്ലാ വിഷയവും പഠിപ്പിക്കും. ഇപ്പോൾ ഏത് വിഷയം, ഈ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്. അറിയാൻ മേലാത്തവരത് കൈകാര്യം ചെയ്താൽ കൊച്ചു നാട് വിട്ടു പോവും. പക്ഷേ അമ്മ സമ്മതിക്കില്ല. LKG പഠിക്കുന്ന കൊച്ചിനെ ഇരുത്തി പഠിപ്പിക്കുകയാണ്, കണക്കും സയൻസും എല്ലാം പഠിപ്പിക്കുകയാണ്. ഈ അമ്മയ്ക്ക് ഏത് വിഷയം അറിയാൻ മേലാത്ത കുത്തിയിരുന്ന് പഠിക്കുക, പകൽ മുഴുവൻ കുത്തിയിരുന്ന് പഠിക്കുക. എന്തിനു വേണ്ടിയാ? ഈ കൊച്ച് വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ അതിൻ്റെ സമാധാനം കെടുത്താൻ. അത് ശരണം കെട്ടാണ് വരുന്നത്. പള്ളിക്കൂടത്തിലെ ഈ അധ്യാപകരുടെ മുഴുവൻ ഈ പീഡനങ്ങൾ മുഴുവൻ സഹിച്ചിട്ടാണ് അത് വീട്ടിൽ വരുന്നത്. ഇത്രയധികം പഠിക്കുന്ന മറ്റ് കുട്ടികളുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിലൊരിടത്തുമില്ല. ജപ്പാനിലും ചൈനയിലും ഹോങ്കോങ്ങിലും ഒക്കെ 7ാം ക്ലാസ് വരെ പുസ്തകം വീട്ടിലേക്ക് കൊടുത്തുവിടില്ല. 7 വരെ പുസ്തകം വീട്ടിലേക്ക് കൊടുത്തുവിടില്ല. ദൈവമേ, അവിടെ എങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. ഇവിടെ കൊച്ചിനെ LKG ചേർത്താൽ തീർന്നു, വീട്ടിലെ സ്വൈരക്കേട് തീർന്നു, സ്വൈരക്കേടായി. പിന്നെ കൊച്ചു വെറുതെ ഫ്രീ ആയിട്ടാണ് വീട്ടിലേക്ക് വരിക. നമ്മുടെ പിള്ളേർക്ക് വീട്ടിലേക്ക് വരണ്ടല്ലോ, പള്ളിക്കൂടത്തിൽ അങ്ങനെ ഇരുന്നോളാം. കാരണം എന്താ, ഇവിടെ വന്ന് 10 മിനിറ്റ് കഴിയുമ്പോൾ തുടങ്ങും, പഠിക്കാൻ തുടങ്ങിക്കോ, പഠിച്ചോളൂ എന്ന്. നീ പോയി ഒരു കുറേ നേരം കളിക്കടാന്ന് പറയുന്ന അമ്മമാരാരെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല. എൻ്റെ കൊച്ചെ, നീ 6-6:30 മണിക്കൂർ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ സ്പെഷ്യൽ ക്ലാസ്, ആ ക്ലാസ്, ഈ ക്ലാസ്, അതിനുശേഷം വൈകിട്ട് 4 കഴിഞ്ഞ് പിന്നെയും ഒരു ക്ലാസ്. ഈ ക്ലാസ്സൊക്കെ എടുത്തിട്ടുള്ള ഒരു ഹതഭാഗ്യനായ അധ്യാപകനാണ് ഞാൻ, കേട്ടോ. എടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമാവും. എല്ലാവരും എടുക്കുകയില്ലേ, അപ്പം നമ്മളും എടുക്കണ്ടേ? വൈകുന്നേരം 4 മണി കഴിഞ്ഞൊക്കെ ആ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പിള്ളേരുടെ മുഖം കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നും. ഞാൻ പിന്നെ പാട്ടുമൊക്കെ പാടി എങ്ങനെയെങ്കിലും 5 മണിയൊക്കെ ആക്കും. ഇതുങ്ങളോട് എന്ത് പറയാൻ? ഈ സാധുക്കൾ എത്ര മണിക്കൂറാണ് ഇരുന്ന് തരുന്നത്. അപ്പോൾ വീട്ടിൽ 6 മണിക്ക് എത്തുമ്പോൾ ഈ അമ്മ മനസ്സിലാക്കണ്ടേ, ഈ സാധു എന്തൊക്കെ പീഡനങ്ങൾ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് വായിക്കണ്ടടാന്നൊന്ന് ഒരു ദിവസം ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ആ കൊച്ചു നന്നാവും, ആള് മാറും, ഉറപ്പാ. നീ ഇനി ഒരാഴ്ചത്തേക്ക് പുസ്തകം തുറക്കണ്ടെന്ന് പറ. ചുമ്മാതാണോ പൂജ വെക്കുന്നതിന് ഇത്ര ഭക്തി? ആലോചിച്ച് നോക്ക്. ബാക്കിയെല്ലാം മിത്താ, പക്ഷെ പൂജ വെക്കുന്നത് അത് എന്തൊരു ആചാരമാണ് എന്ന്. ഇങ്ങനെയൊന്നും പോരാ എന്നാ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ആലോചിച്ചിട്ടുണ്ട്. ചില വർഷങ്ങളിൽ മാത്രമേ 4 ദിവസമൊക്കെ കിട്ടൂ, ചില ദിവസം 2 ദിവസമേ കിട്ടൂ. സങ്കടം ആ വർഷം. ഒരു 7 ദിവസമൊക്കെ പൂജ വെച്ചിരുന്നെങ്കിൽ വീട്ടിൽ എന്ത് കുരുക്ഷേത്രമല്ലേ, അല്ലാത്ത ദിവസങ്ങളിലല്ലേ എന്ത് യുദ്ധമാ, ഏതൊക്കെ അസ്ത്രങ്ങളാണ് ഇങ്ങനെ പോകുന്നത് വീട്ടിനകത്ത് കൂടെ. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായി. വെറുതെ വീട്ടിൽ അതിഥിയായിട്ട് വരുന്ന ബന്ധുക്കൾ പോലും പിള്ളേരെ, നീ ഇപ്പം എന്തിനാ പിടിക്കുക? ഞാൻ 10ലാ. അപ്പോൾ ഉടനെ അമ്മ, മാർഗമൊന്നുമില്ല, അവൻ്റെ വക കുറേ ഇല്ലേ, ഇങ്ങനല്ലേ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മുടേതാണ് എന്ന് ധരിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. കുട്ടി നമ്മുടേതാണ് എന്നാണ്. രക്ഷകർത്തൃത്വം എന്ന് പറയുന്നത് ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു അധികാരമാണ് എന്നാ. എന്നിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനില്ല. നമ്മൾ വെറും ടൂൾ എന്നുള്ളതേ ഉള്ളൂ, നമ്മൾ വെറും ഉപകരണം എന്നുള്ളതേ ഉള്ളൂ. അത് വേറൊന്നാന്നേ, നമ്മളല്ല. നമ്മൾ പിന്നെ ഒരു 7 വയസ്സ് 8 വയസ്സ് 10 വയസ്സ് വരെയൊക്കെ ഭയപ്പെടുത്തി പീഡിപ്പിച്ച് അതിനെ ഇങ്ങനെ വെക്കും. അതുകൊണ്ടാണ് അമ്മമാർ വന്നിട്ട് പറയാറുണ്ട്, അച്ഛന്മാർ പൊതുവിൽ വരാറില്ല, അവർക്ക് വേറെ തിരക്കുകളാണ്. തീരെ നിവൃത്തിയില്ലാതാവുമ്പോൾ അവസാനം പോലീസ് സ്റ്റേഷനിലേക്കാണ് അവർ പോവുക. നേരത്തെ സ്കൂളിൽ പോയിരുന്നെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് ഒഴിവാകാമായിരുന്നു. അപ്പോഴെല്ലാം അമ്മയെ പറഞ്ഞു വിടും, നീ പൊക്കൂ എന്ന് പറഞ്ഞു വിടും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഈ മായ എന്നുള്ളത് എങ്ങനെ മോചനം നേടും എന്നുള്ളത് പറയാനാണ് ഞാൻ ഇതൊക്കെ ഇത്രയൊക്കെ പറഞ്ഞത്. കിട്ടും. എല്ലാം നമ്മളുമായി ബന്ധപ്പെട്ടതാണ്, ശരിയാണ്. പക്ഷെ കുട്ടി വേറെയാണ്. അയാളുടെ താല്പര്യങ്ങളും അയാളുടെ മനസ്സും അയാളുടെ വിചാരവും അയാൾ ജനിച്ചു വളരുന്ന കാലഘട്ടവും വ്യത്യസ്തമാ, അല്ലേ? ഞാൻ പള്ളിക്കൂടത്തിൽ പഠിച്ചത് ലക്ഷ്മണോപദേശമാ. എൻ്റെ കൊച്ചു ലക്ഷ്മണൻ ആരാന്നറിയാൻ വലിയ കഷ്ടപ്പാടാ. പിന്നെയും ആർക്കെ ലക്ഷ്മണനെയൊക്കെ അറിയും. പിന്നെ നമ്മൾ വീട്ടിലിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കേൾവിജ്ഞാനമുണ്ടല്ലോ. നടന്നൊക്കെ പോകുമ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ സംസ്കൃതിയെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ അവർ വളരുന്നത് ആധുനിക കാലഘട്ടത്തിലാണ്, IT യുടെ കാലഘട്ടത്തിലാണ്.
ആ മൊബൈൽ ഫോൺ ഒന്ന് എടുത്ത് കൊടുത്തു നോക്കി, ഐഫോൺ എടുത്ത് കൊടുത്തു നോക്കി, അത് അഴിച്ചു പറിച്ച് മാറ്റിയിട്ട് അതിൽ ചെയ്യാൻ പറ്റുന്ന സകല പരിപാടിയും ചെയ്യും. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ചെയ്യും. നമ്മൾ PhD മൊബൈൽ ഫോൺ എടുത്ത് കൈ വെച്ചിട്ട് മേലോട്ട് നോക്കി ഇരിക്കുക, നമുക്കറിയാൻ മേല. നമ്മളെന്നിട്ട് നമ്മുടെ കൊച്ചുങ്ങളോട് തന്നെ ചോദിക്കും. ഞാൻ എൻ്റെ മോനോട് ചോദിക്കും, ഒരു പ്രാവശ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയും. ആ ഉത്തരം പറയുന്നത് നമുക്ക് ദഹിക്കുന്ന രീതിയിലൊന്നും അല്ല, കാരണം അവരുടേതായ ഒരു തലത്തിലാണ് പറയുന്നത്. കാരണം അവർക്കിത് നിത്യ അഭ്യാസമാണ്. അവർ വളർന്നപ്പോൾ ജനിച്ചപ്പോൾ മുതൽ ഇത് കാണുക. അപ്പോൾ ആ തലത്തിൽ നിന്നുകൊണ്ട് അവർ ഉത്തരം പറയുന്നു. നമുക്കിതറിയില്ല. അപ്പോൾ നമ്മളിത് ഈ ഭയത്തോടു കൂടിയൊക്കെയാണ് ഈ ആൻസർ കേൾക്കുന്നത്. ഒരു ചെറിയ ഭയമൊക്കെ ഉണ്ട്. പണ്ട് രക്ഷകർത്താക്കളെ ആയിരുന്നു ഭയം, ഇപ്പം കുട്ടികളെയാ ഭയം. അവർ കുഴപ്പക്കാരായതുകൊണ്ടല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. രണ്ടാമത് നമുക്കിപ്പോൾ ഈ പ്രശ്നം തീർന്നില്ലല്ലോ. അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നം അവശേഷിക്കുക, നമ്മൾ വീണ്ടും എതിർത്തോണ്ടി ചെല്ലും. വീണ്ടും എതിർത്തോണ്ടി ചെല്ലുമ്പോൾ നമ്മളെ ഒന്ന് നോക്കും. നമുക്ക് ഇത് ആവശ്യമുള്ളത് കൊണ്ടും ഗത്യന്തരം ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ഭയപ്പെട്ട് വീണ്ടും ഒന്ന് ചോദിക്കും. ചോദ്യം ചോദിച്ചതായിട്ടൊക്കെ ഒന്ന് ഒപ്പിക്കും. അപ്പോൾ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് പറയും. ആദ്യത്തിനേക്കാൾ കുറച്ച് വാക്കുകളൊക്കെ ഉണ്ടാവും. നമ്മുടെ പ്രശ്നം അവിടെയും തീരുകയില്ല. പിന്നെ സംശയവുമായിട്ട് വൈകുന്നേരം ഒന്ന് ചെന്ന് നോക്കിക്കേ, ഉത്തരം കൃത്യമായി. ഈ രാവിലെ 2 പ്രാവശ്യം ഇത് ഞാൻ പറഞ്ഞു തന്നല്ലേ, ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞു തന്നെ ഇല്ലേ? നോക്കൂ, അവരുടെ കാലഘട്ടം അതാ. അതിനെയാണ് നമ്മൾ പോയിട്ട് ഈ നമ്മുടേതാക്കാനുള്ള ഒരു വ്യഗ്രത. നമുക്ക് പറ്റാത്ത സ്വപ്നങ്ങളെല്ലാം ഇതിലൂടെ ഒന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയാണ്. വെറുതെയാണോ സ്ട്രെസ് ഉണ്ടാവുന്നത്? സൈക്യാട്രിസ്റ്റുകളെ ഒന്നും കിട്ടാനില്ല കേരളത്തിൽ. പണ്ട് വലിയ വലിയ ഫിസിഷ്യൻസിനെയൊക്കെ ആയിരുന്നു നേരത്തെ അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടത്. ഇപ്പോൾ ആശുപത്രിയിൽ ഏറ്റവും പിടിയുള്ളത് സൈക്യാട്രിസ്റ്റിന്. വട്ടന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കറക്റ്റായിട്ട് സ്വാമി പറഞ്ഞു ഇത് പ്രാന്തന്മാരുടെ നാടാണ് എന്നുള്ളത്. ഇപ്പോഴാ ഒത്തു വന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇവിടെ ഇതൊക്കെ നമ്മുടേതാണ് എന്ന് നമുക്ക് തോന്നാം, പക്ഷേ നമ്മുടേതല്ല. അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ദുഃഖമൊക്കെ അപ്പം തീരും. വെറുതെ എന്തിനാണ് 75 വയസ്സുള്ള മുത്തശ്ശിക്ക് ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ നന്നാക്കാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ? രാമായണം ഭാഗവതം എല്ലാം വീട്ടിൽ ഇരിക്കുക, എടുത്തു വെച്ച് വായിച്ച് മനസമാധാനമായിട്ട് ഇരിക്കാൻ മേലെ. ഇതിൻ്റെ അവൻ്റെ വേഷം കണ്ടാൽ മുത്തശ്ശിക്ക് തല കറങ്ങും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് വേഷം അങ്ങനെയാ. റോഡിലൂടെ വലിയ ആളുകൾ പോലും നിക്കറൂട്ടലേ നടക്കുക. പണ്ടത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റുമോ? മുട്ടുകാല് തല്ലി ഓടിക്കില്ലേ? നമ്മുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ധരിച്ച് എനിക്ക് പള്ളിക്കൂടത്തിൽ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. എൻ്റെ അച്ഛൻ സമ്മതിക്കില്ല. ഷർട്ടൊക്കെ എടുത്തു തരുന്ന അദ്ദേഹമാണ്. കാരണം സാമ്പത്തികമൊക്കെ നോക്കിയിട്ട് അദ്ദേഹം ഒരു തീരുമാനം എടുക്കും. ചോയ്സ് ഇല്ല. ഇന്ന് ഒരു പെൻസിൽ ചോദിച്ചാൽ ലുലുവിൽ പോയി ഒരു ഡസൻ മേടിച്ചാൽ കൊടുക്കും. 2 ദിവസം കഴിയുമ്പോൾ കൊച്ചു പറയും പെൻസിൽ തീർന്നു, വീണ്ടും മേടിച്ചൊരു 6 കൊടുക്കും. വല്ല പഞ്ഞുണ്ടോ? അങ്ങനെ അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടേതാണ് എന്ന് പറയുമ്പോഴും നമ്മുടേതല്ല എന്ന് നാം തിരിച്ച് എല്ലാത്തിനോടും ഒരു അറ്റാച്ച്ഡ് ഡിറ്റാച്ച്മെന്റ് അത് ശീലിക്കണം. ഒരു ഘട്ടം കഴിയുമ്പോൾ അത് ശീലിക്കണ്ടേ? അതല്ലേ വാനപ്രസ്ഥം. ഗാർഹസ്ഥ്യമൊക്കെ കഴിയുമ്പോൾ താക്കോൽ ഈ അരയിൽ നിന്ന് എടുത്ത് കൊടുക്കണ്ടേ? കൊടുക്കൂല, വെച്ച് മുറുക്കി കെട്ടിയിരിക്കുക. വീട്ടിൽ സൂര്യക്കേടിന് വേറെ വല്ലതുണ്ടോ? എല്ലാം ഞാൻ വഴി എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അതിനനുസരിച്ച് ഇവിടെ പ്രതിസന്ധി കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചറിയണം, എല്ലാവരും വ്യത്യസ്തരാണ്, എല്ലാം വ്യത്യസ്തരാണ്. ഇതെല്ലാം പലതായി വന്ന് പലതായി പോവേണ്ടവരാ. എല്ലാം ബ്രഹ്മം തന്നെ. എല്ലാം ബ്രഹ്മമാണെങ്കിൽ നമ്മൾ എന്തിന് ഇതിനകത്ത് സങ്കടപ്പെടണം, ആശങ്കപ്പെടണം? അതൊക്കെ ഒരു വഴി, തനി വഴി. അതാണ് മായ ഇല്ലാതാവുന്നതിനുള്ള മാർഗമെന്നാണ്. അതെന്താണ്? നമ്മളെ അറിഞ്ഞാൽ മതി. ആത്മസാക്ഷാത്കാരം എന്നുള്ളതാണ്. അത് മാത്രമേ ഉള്ളൂ. ബ്രഹ്മതത്വം എന്താണെന്ന് അറിഞ്ഞാൽ മതി. നരൻ നാരായണനായാൽ മതി. നരനെ നാരായണനാക്കുന്ന ഗ്രന്ഥമാണ് ഇവിടെ ഭാഗവതം. അത് മതി. അങ്ങനെ ഒന്നല്ല, ഒരു ലൈബ്രറിയല്ലേ നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ പൂർവികർ. ആലോചിച്ച് നോക്കൂ. മറ്റു മതങ്ങൾക്കൊക്കെ ഏക ഗ്രന്ഥവും ഏക ദൈവവുമാ പെട്ട ഒരു ലൈബ്രറിയാ. നളന്തയും തക്ഷശിലയും ഒക്കെ കത്തിച്ചിട്ട് പോയപ്പോൾ ആ അവശിഷ്ട കാന്തിയിൽ നിന്ന് കിട്ടിയ താളിയോലകളൊക്കെ എടുത്തു വെച്ചിട്ട് നോക്കിയപ്പോൾ 3000 ലൈഫ് സ്കിൽസ് അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തിയതാ. 3000
ജീവിത നൈപുണികൾ പഠിപ്പിച്ചിരുന്ന സർവകലാശാലകൾ നമുക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിലെ മറ്റ് സംസ്കൃതികൾ കല്ലും ആയുധവും കൂർപ്പിച്ച് മൃഗത്തിൽ നിന്ന് സുരക്ഷ നേടുന്നതിന് കാട്ടിലൂടെ ഓടി നടക്കുന്ന കാലത്ത് ഭാരതീയ സംസ്കൃതി, സനാതനധർമ്മം സർവകലാശാലകൾ ഉണ്ടാക്കി ബ്രഹ്മജ്ഞാനം പകർന്നു കൊടുത്തു എന്നാ. അഭിമാനിക്കണ്ടേ? നടു നിവരണ്ടേ? അല്ലേ? നളന്ത നാ അലം ദാ ഒരു സർവകലാശാലയുടെ പേരാ. കൊടുത്തത് പോരാ. നമ്മുടെ പൂർവികർ പേരിട്ടത് അങ്ങനാ. നമ്മൾ കുട്ടിക്ക് പേരിടാൻ ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കൊച്ചിന് പേരിടുന്ന സനാതന ധർമ്മ വിശ്വാസികളുണ്ട്. വീട്ടിലിരിക്കുകയാ. ആൺകുട്ടിയാണെങ്കിൽ വിഷ്ണു സഹസ്രനാമം നോക്കില്ല, ഗൂഗിളിൽ പോയി തിരയുക. പെൺകുട്ടിയാണെങ്കിൽ ലളിത സഹസ്രനാമം വീട്ടിലിരിക്കുകയാ. എന്നിട്ട് എന്താ പേരിടുക? ചുട്ടുമോളെ എന്നൊക്കെ വിളിക്കുക. പേര് മാത്രം വിളിച്ചിട്ട് മോക്ഷം നേടിയ ആളുകളുണ്ട് ഈ നാട്ടിൽ. ഒന്നല്ല, ലക്ഷക്കണക്കിന് ആളുകൾ. പക്ഷേ നമ്മൾ ചെയ്യൂല. അതേതാണ്ട് കുറച്ചില്ലാന്നാ പറയുക, അത് മിത്താന്നാ പറയുക. ഇപ്പം അനുഭവം വന്നപ്പോൾ അറിയുന്നുണ്ട് കേട്ടോ. രഹസ്യമായിട്ടൊക്കെ പുസ്തകം പതുക്കെ തുറന്നൊക്കെ നോക്കുന്നുണ്ട്. 1-ാമത്തെ പേജൊക്കെ ആയി. കായേന വാച മനസേന്ദ്രിയ അല്ലേ തുടങ്ങി, അവിടം വരെയൊക്കെ ആയി തുടങ്ങി. മറിച്ചോളും, മറിക്കാതെ ഇവിടെ വരാതെ നിവൃത്തിയില്ല. അപ്പോൾ മായയിൽ നിന്ന് അങ്ങനെ ബ്രഹ്മജ്ഞാനം നേടണം എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കും നിമി കേട്ടോ, ഈശ്വര സാന്നിധ്യം എങ്ങനെ തിരിച്ചറിയാനാവുമെന്നാ, എങ്ങനെ അറിയാൻ പറ്റുമെന്ന്. പിപ്പലായനൻ എന്ന് പറയുന്ന നവയോഗിയിൽ അടുത്ത ആളാണ് ഉത്തരം പറഞ്ഞത്. ഈശ്വര സാന്നിധ്യം എങ്ങനെ അറിയാൻ പറ്റുമെന്ന് പണ്ട് സ്വാമി വിവേകാനന്ദൻ ഒരാളോട് ചോദിച്ചില്ലേ? ആരോടാ ചോദിച്ചത്? ശ്രീരാമകൃഷ്ണദേവനോടാ ചോദിച്ചത്. ശ്രീരാമകൃഷ്ണദേവൻ ഒരു അമ്പലത്തിലെ പൂജാരിയായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പൂജാരിയായിരുന്നപ്പോൾ അദ്ദേഹം ചിലപ്പോൾ വെറുതെ ഇരുന്നിട്ട് ചിരിക്കും, വെറുതെ ഡാൻസ് കളിക്കും, വെറുതെ ഒച്ചയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. പൂജ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ശ്രീകോവിൽ അടച്ചിട്ട് ഒരു ദിവസം മുഴുവൻ, ചിലപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് അദ്ദേഹം പൂജ തീർത്തു. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ കമ്മിറ്റിക്കാരെല്ലാം കൂടെ ചെന്ന് അതിൻ്റെ ഓണറോട് പറഞ്ഞു, ഇവൻ കുഴപ്പക്കാരനാകട്ടോ, ഇവൻ ശരിയല്ല, ഇവൻ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന്. അവരന്വേഷിച്ചു വരും, അതിൻ്റെ ഓണർ അന്വേഷിച്ചു വരുമ്പോൾ അദ്ദേഹം ശ്രീകോവിലിരിക്കുക. അവർ വന്ന് താഴെ വന്ന് ചമ്രം പടി, ഒരു സ്ത്രീയാണ് കേട്ടോ, അവർ വന്നിട്ട് ചമ്രം പടിഞ്ഞിട്ട് ഇങ്ങനെ താഴെ ഇരിക്കും. അകത്ത് ഇദ്ദേഹം ജ്ഞാനത്തിലാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഇറങ്ങി വന്നിട്ട് ഈ സ്ത്രീയുടെ മുഖത്തിനോട്ട് ഒറ്റടി വിടും. എന്നിട്ട് ചോദിക്കും, ഭഗവാന്റെ മുമ്പിൽ വന്നിരുന്നിട്ടാണോ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാ. നോക്കൂ, ആരാണ് ശ്രീരാമദേവൻ എന്ന് കമ്മിറ്റിക്കാർക്ക് ബോധ്യമായി. അവർ പറഞ്ഞിട്ട് പോയി, ഇതിവിടെ എന്ത് വേണം കാണിച്ചോട്ടെ, ഇതിൻ്റെ പുറകെ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഇതിനെ വെറുതെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനത്തെ ആളാണ് ശ്രീരാമദേവൻ. ആ ശ്രീരാമദേവൻ അറിയപ്പെട്ടത് തൻ്റെ ശിഷ്യനിലൂടെ ഗുരു പ്രസിദ്ധനാവുക. ഭാരതത്തിന് മാത്രം സാധിക്കുന്ന കാര്യം കേട്ടോ, ലോകത്ത് വേറൊരു സംസ്കൃതിക്ക് സാധിക്കില്ല. ശിഷ്യന്മാർ, അതിനു മുമ്പ് ഈ ഗുരുവിനെ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ ശിഷ്യനെ അറിഞ്ഞപ്പോഴാണ് ആളുടെ ഇവൻ ഇങ്ങനെയാണെങ്കിൽ ഇവനെ പഠിപ്പിച്ചവൻ എങ്ങനെയായിരിക്കും ഇല്ലേ? അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവൻ പ്രസിദ്ധനാവുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ശ്രീരാമദേവൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വന്നപ്പോഴാണ് ഇദ്ദേഹം, നരേന്ദ്രൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണ്, എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നാട്ടുകാരൊക്കെ മടുത്തു, വീട്ടുകാർ പണ്ടേ മടുത്തു. കാരണം ചോദ്യം ചോദിക്കുന്നതിലല്ല, ഉത്തരം അറിയാൻ മേല. ഇവൻ ചോദിക്കുന്നത് മുഴുവൻ അങ്ങനെ, ഇവൻ്റെ ചോദ്യങ്ങൾ മുഴുവൻ ദൈവമുണ്ടോ, ജീവിതം എന്താണ്, മരണം എന്താണ്, ബ്രഹ്മം എന്താണ്, ഇതാര് പറയാൻ? അവർ മടുത്തു. അപ്പോഴാണ് ആരോ പറഞ്ഞു, ആൽത്തറയിൽ ഒരാൾ ഇരിപ്പുണ്ട്, കണ്ടിട്ട് നിൻ്റെ ചോദ്യങ്ങൾക്ക് പറ്റിയ ആളാണ്. അങ്ങനെയാണല്ലോ നമ്മൾ ഈ ചില ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഭാവനയിൽ നമ്മൾ ഒരാളെ സങ്കല്പിക്കില്ല. ഞാൻ നേരത്തെ നാരദൻ്റെ കാര്യം പറഞ്ഞ പോലെ നാരദനെ നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുക, ഏഷണിക്കാരൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആരോ പറയും നിനക്ക് പറ്റിയ ആളാണെന്ന്. അദ്ദേഹം അവിടെ ചെല്ലും, കൊച്ചാണല്ലോ. ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം ചമ്രം പടിഞ്ഞിങ്ങനെ താപസനായിട്ടിരിക്കുകയാണ്. കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ താഴെ നരേന്ദ്രൻ ഇങ്ങനെ ഇരിക്കുകയാണ്. നരേന്ദ്രനുണ്ടോ ചോദിക്കാൻ ഒരു പഞ്ഞോ ഇല്ലല്ലോ. ചിരിച്ചിട്ട് ചോദിക്കും, എനിക്ക് ചില കാര്യങ്ങളൊന്ന് ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ശ്രീരാമദേവൻ പറയും, ആയിക്കോളൂ. ദൈവമുണ്ടോ? ആദ്യത്തെ ചോദ്യാ. അപ്പോൾ പിന്നെ എന്താ സംശയം? അടുത്ത ചോദ്യം, കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ എപ്പോഴും കാണുന്നുണ്ടല്ലോ.
ഇപ്പോഴും കാണുന്നുണ്ട്, ഇപ്പോഴും കാണുന്നു, എല്ലായിടത്തും ഇല്ല. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു കൗതുകമാണല്ലോ, എനിക്ക് കാണാൻ പറ്റും, പിന്നെ നിനക്കും കാണാൻ പറ്റുമല്ലോ, എന്നെ ഒന്ന് കാട്ടിത്തരാമോ? പിന്നെ അവിടെ നടന്നിട്ടുള്ളത് എന്താണെന്ന് സ്വാമി പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല എന്ന്. ഈ കാല് അർത്ഥസിദ്ധാസനത്തിലിരുന്ന ശ്രീരാമദേവൻ വലത്തെ കാലെടുത്തിട്ട് ഈ നരേന്ദ്രൻ്റെ നെഞ്ചിലേക്ക് കാലങ്ങ് പതിപ്പിച്ചത് മാത്രം അറിയുമെന്ന്. പിന്നെ അവിടെ ഉണ്ടായിട്ടുള്ളത് അറിവിൻ്റെ ഒരു പകർച്ചയായിരുന്നു. അപ്പോഴാണ് നരേന്ദ്രൻ മാറിയിട്ട് വിവേകമുള്ളവനായി മാറിയത്. വിവേകമുണ്ടായാൽ ആനന്ദം ഉണ്ടാവും. നമുക്കുള്ള കുഴപ്പം എന്താ? അവിവേകികളായതുകൊണ്ടാണ് നമുക്ക് ദുഃഖമായിട്ട് നടക്കുന്നത്. അപ്പോൾ വിവേകമുണ്ടാക്കലാണ് ഭാഗവതം, വിവേകമുണ്ടാക്കലാണ് സത്രം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈശ്വരൻ്റെ സാന്നിധ്യത്തെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പോൾ പിപ്പലായൻ അതിന് ഉത്തരം പറയുന്നുണ്ട്. സൂര്യചന്ദ്രന്മാരുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും. നമുക്കിതെല്ലാം വിസിബിൾ ആവുന്നതിന് കാരണം സോളാർ എനർജിയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സൗരോർജത്തിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫോമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സൂര്യ ഊർജമല്ലേ നാം കഴിക്കുന്നത്? ഇലകളിൽ നിന്ന് സൂര്യൻ്റെ ഊർജം ഇലകൾ വലിച്ചെടുത്ത് ഭക്ഷണമുണ്ടാക്കി, ഫലങ്ങളുണ്ടാക്കി. അപ്പോൾ ആ ഫലങ്ങൾ എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫോം ഓഫ് സോളാർ എനർജി അല്ലേ? സൗരോർജം അല്ലേ നമ്മൾ കഴിക്കുന്നത്? അപ്പോൾ നമ്മളെ നിലനിർത്തുന്ന പ്രാണൻ എന്ന് പറയുന്നത് സൗരോർജ. അപ്പം അതുകൊണ്ട് സൂര്യൻ ഉള്ളത് കൊണ്ടാണ്, ചന്ദ്രൻ ഉള്ളത് കൊണ്ടാണ് നാം ഇതെല്ലാം കാണുന്നത്. പിപ്പലായനൻ ഉത്തരം പറയുകയാണ് കേട്ടോ. അങ്ങനെ അതുകൊണ്ടാണ് നമുക്കവയെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവർക്ക് എവിടെ നിന്നാണ് ഈ പ്രകാശം കിട്ടും? തിരിച്ചു ചോദിക്കുക, നിമിയോട് ചോദിക്കുകയാണ്, ഇവർക്കെങ്ങനെ ഇവർക്ക് പ്രകാശം ലഭിക്കുന്നത് എവിടെ നിന്ന്? പിപ്പലായൻ തന്നെ ഉത്തരം പറയും, അതാണ് ഈശ്വര ചൈതന്യം എന്ന്. ഈശ്വരനിൽ നിന്നാണ്, ഈശ്വര ചൈതന്യമാണ് അവരെ കൂടുതൽ കൂടുതൽ പ്രകാശമാനമാക്കുന്നത് എന്ന് പിപ്പലായൻ പറയും. ആ കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ് അല്ലേ? ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ലോകത്തെ എല്ലാ വസ്തുക്കളെയും അറിയുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് അറിവ് കിട്ടുന്നത് ഇതിൽ നിന്നാണ്, മനസ്സിൽ നിന്ന്. എന്നെക്കാൾ നല്ല അറിവുള്ള പണ്ഡിത ശ്രേഷ്ഠകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. യെസ്, ഇന്ദ്രിയങ്ങൾക്ക് അറിവ് കിട്ടുന്നത് മനസ്സിൽ നിന്നാണ് എന്നാണ്. മനസ്സിൽ അറിവുണ്ടാവുന്നതോ? മനസ്സിന് അറിവുണ്ടാവുന്നത് എവിടെ നിന്നാ? ബുദ്ധിയിൽ നിന്ന്. അമ്മ പറഞ്ഞു നോക്കൂ, ഇവിടെ മന്ദബുദ്ധികളില്ല. നമ്മൾ വെറുതെ കുട്ടികളെയൊക്കെ ബുദ്ധിയില്ലാത്തവനെ കഴുത എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുകയാണ്. എല്ലാവരുടെയും ബുദ്ധി ഒന്നു തന്നെയാണ്. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ബുദ്ധി മനസ്സുമായിട്ടൊന്ന് ലയിപ്പിക്കണം. അതാണ് പണ്ട് പതഞ്ജലി പറഞ്ഞത്, മനോബുദ്ധി ലയം. അപ്പോഴാണ് മനസ്സിലാവൽ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ബുദ്ധിയിലുള്ളത് തന്നെ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ഞാൻ പറയുമ്പോൾ നമ്മുടെ ബുദ്ധികൾ തമ്മിൽ കണക്റ്റഡ് ആവുകയാണ്. അതാണ് ആജ്ഞാകേന്ദ്രം. ഇതാണ് ആജ്ഞാകേന്ദ്രം. തലച്ചോറിൻ്റെ മധ്യം, കണ്ണുകളുടെ മധ്യം, മൂക്കിൻ്റെ മധ്യം, ചെവികളുടെ മധ്യം. ഇതാണ് ആജ്ഞാകേന്ദ്രം. ഇതാണ് ബുദ്ധിമണ്ഡലം. ഇവിടെ ഉണ്ടെല്ലാം. അത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ അത് കണക്റ്റഡ് ആവുകയും ആ ബുദ്ധിയിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് അത് ചേരുകയും ചെയ്യുന്നത് കൊണ്ടാണ് മനസ്സിലാവുന്നത്. അപ്പോഴാണ് മനസ്സിലായി. മനസ്സിൽ ആവൽ എവിടെ നിന്ന്? ബുദ്ധിയിൽ നിന്ന് മനസ്സിലാവൽ. എല്ലാം ബുദ്ധിയിലുണ്ട് എന്നാണ്. അപ്പോൾ ബുദ്ധിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ബുദ്ധിയുടെ ചർച്ച കൊണ്ടാണ് ഈ മനസ്സിലേക്ക് ഈ അറിവുകളെല്ലാം നമുക്ക് കിട്ടുന്നത് എന്ന്. ബുദ്ധിയിലേക്ക് അറിവ് വരുന്നത് എവിടെ നിന്നാണ്? അത് ഈശ്വരനിൽ നിന്നാണ്. അപ്പോൾ ഈശ്വര സാന്നിധ്യം എങ്ങനെ അറിയാൻ പറ്റും എന്ന് ചോദിച്ചാൽ എല്ലാവരിലും അതേ ഈശ്വരനുണ്ട് എന്നാണ്. സർവം ബ്രഹ്മമയം എന്നുള്ളത്. ഈശാവാസ്യ ഉപനിഷത്ത് തുടങ്ങുന്നത് അങ്ങനെയാണ്. ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യേനം ജഗത്യേന തെക്തേന ഭുംജീത ഈശാവാസ്യം ഇതം സർവം. അതാണ് വയലാർ രാമവർമ്മ ഈശാവാസ്യ ഉപനിഷത്ത് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അത് മലയാളത്തിൽ എഴുതിയത്. മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് അല്ലേ? തെളിയിച്ചു. ഹിരണ്യകശിപു തെളിയിച്ചു, തൂണിലും ഇരിപ്പുണ്ട് എന്ന് അല്ലേ? തെളിയിച്ചില്ല. എപ്പോഴാണ് നിന്റെ ദൈവം എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഉണ്ടോ? പിന്നെ അവിടെ ഉണ്ട് എന്ന് അല്ലേ? എവല്യൂഷൻ്റെ ഒരു ഫേസ് ആയിരുന്നു അത്. മനുഷ്യനാണോ? അല്ല. മൃഗമാണോ? അല്ല. അല്ലേ? നോക്കൂ, നമ്മൾ എവല്യൂഷൻ പഠിക്കുന്നത് സായിപ്പിൽ നിന്നാ. ഇവിടെ അവതാരങ്ങൾ കൃത്യമായി എടുത്തു വെച്ചൊന്ന് പരിശോധിച്ച് നോക്കിയേ. ഡാർവിൻ്റെ മുതുമുത്തശ്ശൻ ഉണ്ടാവുന്നതിന് മുമ്പ് മനുഷ്യൻ്റെ ചരിത്രം എന്താണെന്ന് എഴുതി വച്ചവനാണ് ഭാരതീയൻ. പക്ഷെ നമുക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്.
നമുക്ക് ഡാർവിൻ്റെ പേര് പറയുമ്പോഴാണ് ഒരു കുളിര്. നമുക്ക് സയണ മഹർഷിയെ അത്ര പോരാ, നമുക്ക് ചാണക്യൻ അത്ര പോരാ അല്ലേ. നമുക്ക് ആധുനിക കാലഘട്ടത്തിലെ ആളുകളോടൊക്കെയാണ് കൂടുതൽ വിശ്വാസം. അതങ്ങനെ ആയിപ്പോയതാ, ബ്രിട്ടീഷുകാരൊന്ന് വന്ന് കയറിയിട്ട് പോയതാ, അതാ പറ്റിപ്പോയത് കേട്ടോ. അങ്ങനെ ഒരാൾ ഭക്ഷണത്തിന് വലിയ താല്പര്യമുള്ള ഒരാൾ ഒരു സദ്യക്ക് പോയി. ഇപ്പോൾ സദ്യക്കൊക്കെ പോവുക, കല്യാണത്തിന് പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു യുദ്ധമാണ്. താലികെട്ടൊക്കെ അവിടെ നടക്കും, ആരും ഇതൊന്നും കാണുന്ന പോലുമില്ല. നാദസ്വരത്തിൻ്റെ ഒരു ബഹളം കേൾക്കും, അപ്പം മനസ്സിലാവും എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഒറ്റ ഓട്ടമാണ്, ഈ സദ്യാലയത്തിലേക്ക് ഓട്ടമാണ്. അവിടെ വന്ന് കസേരയൊന്ന് തരപ്പെടുത്തി ഒന്നിരിക്കുകയാണ്. ഇപ്പോൾ പുതിയൊരു സമ്പ്രദായം കൂടിയുണ്ട്, ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന കസേരയുടെ പുറകിൽ ആൾ നിൽക്കുകയാണ്. നമ്മൾ പായസം കുടിക്കുമ്പോൾ ഏമ്പക്കം വിടുന്നത് പുറത്ത് നിൽക്കുന്ന ആളാണ്, കസേരയോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. അങ്ങനെയും ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്കിതൊന്നും കഴിക്കാനുള്ള ഒരു സാവകാശമൊന്നുമില്ല, എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒരൊറ്റ കഴിപ്പാണ്. ഇപ്പോൾ വീട്ടിൽ വന്ന് ചോദിച്ചാൽ എന്തായിരുന്നു പായസം എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയില്ല. സാരി ഉടുത്തത് ഏത് സാരിയായിരുന്നു പെൺകുട്ടി, നമുക്ക് പെൺകുട്ടി ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കളയും. അങ്ങനെ നമുക്ക് നോക്കാനൊന്നും സമയമില്ല. ഗുരുവായൂർ തൊഴാൻ പോയിട്ട് വരുമ്പോൾ പണ്ടൊരു മുത്തശ്ശി പറഞ്ഞതുപോലെയാണ്. അപ്പോൾ മുത്തശ്ശിയോട് ചോദിച്ചു, ഗുരുവായൂരപ്പനെ കണ്ടോ? എൻ്റെ പൊന്നു കുഞ്ഞെ, ഞാൻ 8 മണിക്കൂർ ക്യൂ നിന്ന് ആ നടയുടെ മുമ്പിലേക്ക് അങ്ങ് പോയി നിന്ന് കണ്ണങ്ങോട്ട് അടച്ചു. കണ്ണ് തുറന്നപ്പോൾ ഞാൻ വെളിയിലാണ്. കണ്ണ് തുറന്നപ്പോൾ ഞാൻ ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിലൊന്നും അല്ല, വെളിയിലാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയും, ദൈവമേ, ഒരമ്പലത്തിലും പോയിട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കരുതേ. കാരണം നമ്മൾ ഇപ്പോൾ ഇവിടെ മള്ളിയൂർ ഗണപതി ഭഗവാനെ കാണാനായിട്ട് വരുമ്പോൾ കണ്ണ് തുറന്ന് കാണണം. കാരണം രാവിലെ മുതൽ ഓരോ സമയത്തും അത് എത്ര രൂപങ്ങൾ മാറി മറിയുകയാ. കാണണ്ടേ, എന്ത് സുന്ദരമാണ്. ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂരപ്പൻ്റെ തുടക്കം മുതലൊന്ന് നോക്കൂ, അത്ര ഭാവത്തിലാണ് അദ്ദേഹം വരിക എന്നുള്ളത് അറിയണ്ടേ. കണ്ണടച്ചു പോയിട്ട് നിൽക്കും. അതുപോലെ ശബരിമലയിൽ ഭയങ്കര തള്ള്. ശബരിമലയിലൊക്കെ അങ്ങനെയല്ലേ, എന്താ ഇടി. അയ്യപ്പനെ കാണാനാണ്, പക്ഷെ സമാധാനം ഇല്ല. ഇടിച്ച് പറിച്ച് ഇരുമുടിയൊക്കെ തെറിച്ചു പോവുക ആളുകൾ. എത്ര മണിക്കൂർ നിന്നിട്ട് വരുന്നതാണ്, പക്ഷെ സമാധാനം. സനാതനധർമ്മ വിശ്വാസികൾ ഇനിയും അടക്കമൊക്കെ ഒന്ന് ആവേണ്ടതുണ്ട് എന്നാണ്. ഇപ്പോൾ ഇടിച്ചു തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ സാന്ദർഭികമായി, എൻ്റെ അയ്യപ്പ നീ ഇതൊന്നും കാണണില്ലേ, എന്നെ പുറകിൽ നിന്ന് ഇടിച്ച് തൊഴിക്കുകയാണെന്നാണ്. അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞത് പുറകിൽ നിൽക്കുന്ന ആളാ. എങ്ങനെ കാണാനാ? അദ്ദേഹം കണ്ണൊന്ന് തുറക്കുമ്പോൾ അടുത്ത നെയ്യ് തേങ്ങ ഒഴിക്കും. ആ നെയ്യ് കണ്ണിൽ നിന്ന് ഒഴുകി കണ്ണൊന്ന് തുറക്കാൻ തുടങ്ങുമ്പോൾ അടുത്ത നെയ്യഭിഷേകം വരും. എങ്ങനെ ഇദ്ദേഹത്തിനൊന്ന് കണ്ണു തുറന്ന് പിടിക്കാൻ ഭക്തര് സമയം കൊടുക്കണില്ല എന്നാണ്. നെയ്യഭിഷേകം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയല്ലേ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഇവിടെ നമുക്ക് അറിവ് ഉണ്ടാവേണ്ടതുണ്ട്, അത് ഉള്ളിലാണ് എന്ന് തിരിച്ചറിയണം. എല്ലാ അറിവുകളും. ഐസക് ന്യൂട്ടൺ എങ്ങനെയാണ് ഭൂഗുരുത്വാകർഷണ നിയമം കണ്ടുപിടിച്ചത് എന്ന് കുട്ടികളോട് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു, അത് ആപ്പിള് തലയിൽ വീണപ്പോഴാണ് എന്നൊക്കെ പഠിച്ചു വച്ചിരിക്കുക. മരിച്ചാലും മറക്കില്ല. അപ്പോൾ എവിടെ ഉണ്ടായിരുന്നു ഈ നിയമം? ആപ്പിളിനകത്തുണ്ടായിരുന്നു. വെറുതെ അങ്ങനത്തെ ആപ്പിളൊക്കെ ഉണ്ടെന്നാണ്, നിയമങ്ങളൊക്കെ അടക്കം ചെയ്തിട്ടുള്ള ആപ്പിളുകൾ ഉണ്ടെന്ന്. അത് തലയിൽ വീണാൽ പലതും കണ്ടുപിടിക്കും. നമ്മുടെ തലയിൽ വീഴുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് വെറും ഒരു സാഹചര്യം നിമിത്തം മാത്രമാണ്. അദ്ദേഹം അത് പല പ്രാവശ്യം എടുത്ത് മേപ്പോട്ടിട്ട് നോക്കി, മറ്റ് പല സാധനങ്ങളും ഇട്ട് നോക്കി. അതൊരു ദൃഷ്ടാന്തം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ താഴേക്ക് വലിക്കുന്നുണ്ട് എന്നാണ് അല്ലേ. അങ്ങനെയാണ് ഗ്രാവിറ്റേഷണൽ തിയറി എന്നുള്ളത് രൂപപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ നേരത്തെ ഇവിടെ നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ പൂർവികർ, അതൊന്നും വിഷയം ആയി ബന്ധമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അറിവ് ഉള്ളിലുണ്ട്, എല്ലാം ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയണം. അതാണ് ബ്രഹ്മം. അത് തിരിച്ചറിഞ്ഞാൽ ഈശ്വരൻ എല്ലാമായി. അതുകൊണ്ടല്ലേ പറഞ്ഞത് തത്വമസി. വെറുതാണോ പറഞ്ഞത്? നമ്മൾ പാഴ്വാക്ക് പറയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ശബരിമലയിൽ കയറി ചെല്ലുമ്പോൾ ആ 18-ാം പടിയുടെ മുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ കോവിഡിൻ്റെ സമയത്തും ശബരിമലയിലെ പ്രതിസന്ധികളുടെ സമയത്തൊക്കെ ജനം TV അതിങ്ങനെ ശബരിമലയെ അങ്ങോട്ട് വല്ലാതെ നമ്മുടെ മനസ്സുകളിലേക്കാക്കിയില്ലേ. നമ്മുടെ പെൺകുട്ടികൾക്കും ഒക്കെ പോകാൻ പറ്റാത്തതിൻ്റെ കേട് തീർന്നു. അവിടുത്തെ ഓരോ ചടങ്ങുകളും സനാതന ധർമ്മവിശ്വാസിക്ക് ഇപ്പോൾ കാണാപ്പാടമാണ്. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി. വെറുതെ ഒന്നും ഒരു കാരണം ഇല്ലാതെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. ആ ക്ഷേത്രം അങ്ങോട്ട് പ്രസിദ്ധമായി എന്നുള്ളതാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. അപ്പോൾ അവിടെ 1985 ചിന്മയാനന്ദ സ്വാമികൾ ചെന്നു.
അദ്ദേഹം ചെന്നപ്പോഴാണ് അദ്ദേഹം ഇതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കൃതിയുടെ തലസ്ഥാനമാണ്, ഇവിടെ എഴുതി വെക്കേണ്ട ഒന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് തത്വമസി എന്നുള്ളത് അവിടെ എഴുതി വെച്ചത്. തൽത്വമസി, അതു നീ തന്നെ. ഒരു ഉപനിഷത്തിൻ്റെ സാരാംശമാ. ഏതു നീ തന്നെ? നീ ആരെ കാണാനാണോ കയറി വന്നിട്ടുള്ളത്, എടാ അത് നീ തന്നെ. ഇങ്ങനെ പറയാൻ ലോകത്തിൽ ഒരു ധർമ്മത്തിനെ സാധിക്കൂ കേട്ടോ. ഇങ്ങനെ പറയാൻ അത് സനാതനധർമ്മത്തിന് മാത്രമാ. നീയാണ് ഈശ്വരൻ എന്ന് ചൂണ്ടിക്കാണിക്കാൻ അത് മനുഷ്യനോട് മാത്രമല്ല, സമസ്ത ജീവജാലങ്ങളോടും. രാമായണം എടുത്തു വെച്ച് നോക്കിയാൽ മനുഷ്യൻ മാത്രമാണോ? കുരങ്ങുകൾ, അസുരന്മാർ, ചെടികൾ, മൃഗങ്ങൾ, പക്ഷികൾ, ജടായു, സമ്പാദി, ഇതിനപ്പുറത്ത് ഒരു സുഹൃത ജന്മങ്ങൾ, സഹോദരന്മാർ, 2 സഹോദരന്മാർ, നമിക്കണ്ടേ? നമ്മളൊക്കെ എന്ത് ഭാഗവതം അറിയുന്നു. ഇത് ഭഗവാനെ, അതിൻ്റെ സാമീപ്യം ഉണ്ടാവുക, ഉദകക്രിയ ഭഗവാൻ ചെയ്യുക. ഇതിനപ്പുറത്ത് എന്താ ഒരു ജന്മപുണ്യം? ആലോചിച്ചു നോക്കൂ. ഇവിടെ മനുഷ്യരുടെ മാത്രമല്ല, സമസ്ത ജീവജാലങ്ങളിലും. അതുകൊണ്ടാണ് രാവണൻ അമ്മയെ തട്ടിക്കൊണ്ടുപോയി അമ്മയുടെ കരച്ചിൽ കേട്ടപ്പോൾ ഒരു പക്ഷിക്ക് എൻ്റെ അമ്മയ്ക്ക് അപകടമുണ്ടായിരിക്കുന്നുവെന്ന അന്വേഷിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്നാ. ഇന്ന് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല, ഗുരുവായൂർ കൊണ്ടുപോയി നടതള്ളുകയാണ്. 10 വർഷത്തിനകം കേരളം വൃദ്ധ സംസ്ഥാനമായി മാറുമെന്നാണ് ജനസംഖ്യയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ പറയുക. ശകലമെങ്കിലും വിവരമുള്ളവനൊക്കെ നാട് വിട്ടുപോയി എന്ന്. വിവരമെന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നതിനെ ഇപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നവൻ. നല്ല വാക്ക് ദീർഘദർശിത്വമുള്ളവരെന്നാണ്. അങ്ങനെയുള്ളവരൊക്കെ പിള്ളേരെവിടെ നിന്ന് പാക്ക് ചെയ്യുകയാണ് എന്നാണ്. എന്താ കാര്യം? ഇവിടെ നിന്നാൽ കുഴപ്പമാവും എന്നുള്ളതാണ്. അപ്പം അവസാനം ആരുണ്ടാവും ഇവിടെ? നമ്മളൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല, എനിക്ക് നല്ല കാലമാണെന്ന് അപ്പോൾ എനിക്ക് തോന്നി. കാരണം ഈ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ആയിട്ട് ഈ ഭാഗവതവും ഈ സപ്താഹവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റൂല്ലോ. ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇവിടെ ഈശ്വരൻ എന്നുള്ളത് നീയാണ് എന്നാ. അകത്തിരിക്കുന്നതും അയ്യപ്പൻ, പുറത്തൂടെ നടക്കുന്നതും അയ്യപ്പൻ. ഇങ്ങനെ വേറെ ഏതെങ്കിലും ഒരു സംസ്കൃതിക്ക് പറയാൻ പറ്റുമോ? ഇല്ലേ. ശബരിമലയിൽ ചെന്നാൽ കൂട്ടം തെറ്റിക്കഴിയുമ്പോൾ അവിടെ വിളിച്ചു പറയുന്നത് എന്താ? മള്ളിയൂരിൽ നിന്ന് വന്നിട്ടുള്ള സോമൻ അയ്യപ്പൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് പോയിന്റിൽ എത്തേണ്ടതാണ്, ഇല്ലേ. അകത്തിരിക്കുന്നതും അയ്യപ്പൻ, പുറത്തൂടെ നടക്കുന്നതും അയ്യപ്പൻ. അകത്തിരിക്കുന്നതും മാളികപ്പുറം, പുറത്തൂടെ നടക്കുന്നതും മാളികപ്പുറം. എരുമേലിയിൽ നിന്ന് വന്നിട്ടുള്ള പാർവതി മാളികപ്പുറം ഇവിടെ കൂട്ടം തെറ്റി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നടത്ത് വരണം. നോക്കൂ, തത്വമസി എന്നുള്ളതാണ്. അപ്പോൾ ഈശ്വര സാന്നിധ്യം തിരിച്ചറിയുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുമില്ല. അകത്തേക്കൊന്ന് നോക്കിയാൽ മതി, ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം ഉടനെ വരുന്നു. ചോദ്യങ്ങൾ തീരുന്നില്ല. കർമ്മയോഗത്തെ ഒന്ന് ഉപദേശിക്കാമോ എന്ന് നിമി ചോദിക്കുകയാണ്. എന്താണ് കർമ്മയോഗം? എനിക്കൊന്ന് പഠിച്ചാൽ കൊള്ളാം. കൂടെ ഒരു ഉപചോദ്യവും കൂടെയുണ്ട്. നിയമസഭയിലൊക്കെ അങ്ങനെയാണ്, ഉപചോദ്യവും കൂടെയുണ്ട്. ചോദ്യം മാത്രമേ ഉള്ളൂ, ഉത്തരം ചോദ്യം നേരത്തെ എഴുതി തയ്യാറാക്കുന്നതാണ്. നിമി ചക്രവർത്തി അങ്ങനെയല്ല കേട്ടോ. 3 മാസം മുമ്പ് ചോദ്യം എഴുതി കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ഉത്തരം ആർക്കും മനസ്സിലാവാത്ത പോലെ എഴുതി കൊടുക്കുന്ന പരിപാടിയല്ല. എന്ത് ചോദിച്ചാലും മറുപടി പറയാൻ കരുത്തുള്ളവരാണ് ഭാരതത്തിലെ പൂർവികർ. ചോദിച്ചു, ഇപ്പോൾ മഹാകുംഭമേള നടക്കുകയല്ലേ, 150ഉം 200ഉം വയസ്സൊക്കെയുള്ള ആളുകൾ അതിലേക്കൂടെ വെറുതെ നടക്കുകയാണ്. ഇവിടെ 30 വയസ്സാവുമ്പോൾ അകാല വാർദ്ധക്യം ബാധിച്ച് വീട്ടിലിരിക്കുക. എന്തോ ഒന്നുണ്ട് എന്ന് നാം അറിയണ്ടേ. ഞാൻ കേദാരനാഥും ബദ്രീനാഥും ഒക്കെ പോയതാ. എത്ര ജാക്കറ്റ് ഇട്ടിട്ടാണ് പോവുക. എന്നിട്ട് നമുക്ക് നിന്നിട്ടിങ്ങനെ മരം കോച്ചുക, തണുപ്പ് ഇല്ലേ. ഞാൻ ഒക്ടോബറിലാണ് പോയത്. അപ്പോഴാണ് ഒരു കൗപീനം മാത്രം ഉടുത്തിട്ട് 150ഉം 160ഉം വയസ്സുള്ള ഈ മുനിപുങ്കവന്മാർ, ഈ യോഗികൾ നടക്കുകയാ. അറിയണ്ടേ, ഈ നാടിനെ മനസ്സിലാക്കണ്ടേ. ഹിമാലയം നമുക്ക് വെറും ഒരു പർവ്വതമല്ല. ഹിമാലയം നമുക്ക് വെറും പർവ്വതമല്ല. ഗംഗ നമുക്ക് വെറും ഒരു പുഴയല്ല, നദിയല്ല. അറിയണം. ഇപ്പോൾ ഇവിടെ അടുത്ത ചോദ്യം അതാണ്. കർമ്മയോഗത്തെ ഒന്ന് പറഞ്ഞു തരണം. ഉപചോദ്യം ഇതാണ്. ഞാനത് പണ്ട് ഇവിടെ സനകാദികൾ വന്നപ്പോൾ ചോദിച്ചു അവരോട്. അവർ പറഞ്ഞു തന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും എന്നുകൂടെ ഒരു ഉപചോദ്യം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നവയോഗികളിൽ ആവിർഹോത്രൻ എന്ന് പറയുന്ന ആളാണ് അതിന് ഉത്തരം പറയുന്നത്. ആവിർഹോത്രൻ എന്ന് പറയുന്ന ആൾ ഉത്തരം പറയും. ഈ കർമ്മയോഗം എന്ന് പറയുന്നത്, കർമ്മയോഗത്തെ മനസ്സിലാക്കിയിട്ടുള്ളതും വിധിച്ചതും അതിനെ വിശദീകരിച്ചതും എല്ലാം വേദമാണ്. വേദം എന്താണ്? അറിവാണ്.
അറിവാണ് ഈശ്വരൻ. അപ്പോൾ വേദം ഈശ്വരൻ തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്, അല്ലേ? ഇപ്പോൾ ഈശ്വരനെ അറിയാൻ നമുക്ക് വേദം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയാനുള്ള കഷ്ടപ്പാടെല്ലാം വേദം പഠിക്കുമ്പോഴുണ്ട്. വേദത്തിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അപ്പോൾ തോന്നും അതിനേക്കാൾ എളുപ്പം ഈശ്വരനെ അന്വേഷിച്ച് പോകുന്നതാന്ന് തോന്നും. കഷ്ടപ്പാടെല്ലാം ഒന്ന് തന്നെയാണ്, കാരണം രണ്ടും ഒന്ന് തന്നെയാണ് എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ വേദങ്ങളാണ് കർമ്മയോഗത്തെ ആദ്യമായി വിധിച്ചതും വിവരിച്ചതുമെല്ലാം. അത് ഈശ്വര രൂപങ്ങൾ തന്നെയാണ്. ആ ഈശ്വരനെ അറിയാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതെല്ലാം വേദങ്ങൾ അറിയാനുമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷേ ഈ വേദങ്ങളുടെ ശബ്ദാർത്ഥത്തെ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. വേദങ്ങളുടെ ശബ്ദാർത്ഥത്തെ അല്ല നമ്മൾ, വേദങ്ങൾ പരോക്ഷവാദങ്ങളാണ്, ഇൻഡയറക്റ്റാ. ആ പറയുന്ന വാക്യാർത്ഥങ്ങളല്ല, വാച്യാർത്ഥങ്ങളിലൂടെ വേദങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിൻ്റെ ലക്ഷ്യാർത്ഥങ്ങൾ എന്താണെന്ന് നോക്കണം. ലക്ഷ്യാർത്ഥങ്ങളിലൂടെയേ വേദത്തെ മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ വൈദിക സംസ്കാരം ഉണ്ടാവണം, അത് മനസ്സിലാവണമെങ്കിൽ എല്ലാവരോടും കയറി വേദമങ്ങ് പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ടായിരിക്കും നിന്നോടന്ന് പറയാതിരുന്നത്. അതുകൊണ്ട് അവർക്കറിയാമല്ലോ അവരാരാണ്, ബ്രഹ്മജ്ഞാനികളാണ്. മഹാത്മാക്കൾ പ്രാകൃതന്മാർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കില്ല. അതൊന്നും ജാതീയ ഉച്ചനീചത്വങ്ങളുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല കേട്ടോ. ബ്രഹ്മജ്ഞന്മാർക്ക് കാര്യം അറിയാം. അതുകൊണ്ട് അവർ ചുമ്മാ പ്രാകൃതന്മാരോട് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് പോവില്ല. കാരണം പറഞ്ഞാലുള്ള കുഴപ്പം ഗുണമല്ലുണ്ടാവുക, ദോഷമുണ്ടാവും. ഇത് മനസ്സിലാക്കാനുള്ള സംസ്കൃതിയും സംസ്കാരവും ഇല്ലാത്തവൻ്റെ അടുത്ത് ഇത് കൊടുത്താൽ കുഴപ്പമുണ്ടാവും. മുറിവൈദ്യൻ ആളെ കൊല്ലും. അതുകൊണ്ടാണ് പറഞ്ഞു തരാഞ്ഞത്. അതുകൊണ്ട് ഇപ്പോഴും എനിക്കിത് പറഞ്ഞു തരാമോ എന്ന് സംശയമുണ്ട്. ഈ ആവിർഹോത്രൻ പറയും, പിന്നെ വേണമെങ്കിൽ നിനക്ക് നീ ചോദിച്ചതുകൊണ്ട് ക്രിയായോഗത്തെക്കുറിച്ച് വേണമെങ്കിൽ പറയാം, ക്രിയാമാർഗത്തെക്കുറിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് ക്രിയാമാർഗം എന്താണ് എന്ന് പറയും. ഈശ്വര ഭക്തിയിലൂടെയും ഭജനങ്ങളിലൂടെയും ഒക്കെ നീ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുക എന്ന് പറയും. അങ്ങനെ ആചരണങ്ങളിലൂടെ കർമ്മയോഗത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്ന് പറയുക. അവിടെ അങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നിനക്കെത്താൻ പറ്റും. അപ്പോൾ 7ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചൊന്ന് വർണ്ണിക്കാമോ? അതൊക്കെ ഭാഗവതം നമ്മളൊന്ന് വായിച്ചാൽ ഇവിടെ ആചാര്യന്മാർ അതൊക്കെ വിശദീകരിക്കും. ഇവിടെ 7 ദിവസവും സപ്താഹത്തിലൊക്കെ അത് ധാരാളം വിശദീകരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയും, ഈ മണൽത്തരി എണ്ണാൻ പറ്റുമോ? അതിനുത്തരം പറയുന്നത് ദ്രുമിളൻ എന്ന് പറയുന്ന യോഗിയാണ്. മണൽത്തരികളൊന്നും നമുക്ക് എണ്ണാൻ പറ്റില്ല. ആകാശത്തെ നക്ഷത്രങ്ങൾ എണ്ണാൻ പറ്റുമോ? പറ്റില്ല. ഇനിയിപ്പോൾ വളരെ കഷ്ടപ്പെട്ട് മണൽത്തരിയും നക്ഷത്രങ്ങളെയൊക്കെ എണ്ണി എന്ന് വിചാരിക്കുക. എന്നാലും അസംഖ്യം അവതാരങ്ങൾ ഭഗവാന്റെ ഉള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് എണ്ണാൻ പറ്റില്ല. പിന്നെ എന്നാലും ഞാൻ വളരെ പ്രസിദ്ധങ്ങളായിട്ടുള്ള ചിലതൊക്കെ ഒന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ ദശാവതാരങ്ങളെക്കുറിച്ചൊക്കെ അവിടെ ഒന്ന് വർണ്ണിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം ചോദിക്കും, ഈ ഈശ്വരനിൽ വിശ്വാസമില്ലാത്തവരുടെ ഗതി എന്താവുമെന്ന്. ഇന്നാണെങ്കിൽ ഇത് ചോദിക്കേണ്ട കാര്യമില്ല, നമുക്ക് കണ്ണു തുറന്ന് ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി, അല്ലേ? അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് നമുക്ക് മനസ്സിലാവും, അല്ലേ? മോക്ഷം കിട്ടാതെ നടക്കുന്നവരെന്ന് നമ്മൾ പറയില്ലേ, പറന്നു നടക്കുക എന്നാണ് നമ്മൾ പണ്ട് ധരിച്ചിട്ടുള്ളത്. ആത്മാക്കളൊക്കെ മോക്ഷം കിട്ടാതെ. ഇപ്പം നോക്കേണ്ട കാര്യമില്ല, 2 കാലിൽ ഇങ്ങനെ നടക്കുകയാണ്. നമ്മുടെ ഇടയിലൂടെ ഇഷ്ടം പോലെ ആളുകൾ നടക്കുന്നുണ്ട്, അവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഈശ്വര വിശ്വാസം ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് പത്രം എടുത്തൊന്ന് നോക്കിയാൽ മതി, എപ്പോൾ മനസ്സിലാവും. TV കണ്ടാൽ കുഴപ്പമാവും. അപ്പോൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവരുടെ ഗതി എന്താവും എന്ന് ചോദിക്കുമ്പോൾ ചമസൻ എന്ന് പറയുന്ന യോഗിയാണ് അതിന് ഉത്തരം പറയുക. അവർക്ക് ഈ സംസാരം ധർമ്മം അത്രയേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് മൃഗങ്ങൾക്ക് തുല്യമായിട്ടുള്ള ഒരു ജീവിതം ജീവിച്ചിട്ടങ്ങ് പോവാം. എന്താ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം? കുട്ടികളോടൊക്കെ ചോദിച്ചാൽ പറയും മൃഗം ചിരിക്കില്ല. ഇപ്പോൾ ചിരിക്കുന്ന AI ക്യാമറ കൊണ്ട്, AI കൊണ്ട് ചിരിക്കുന്ന കമ്പ്യൂട്ടർ മനുഷ്യനൊക്കെ ഉണ്ട് എന്നാണ് പറയും. നമ്മൾ ഇത്രയും നാളും ധരിച്ചു വെച്ചിരുന്നത് നമ്മുടെ ഒരു വലിയ യുണീക്നെസ്സാണ് ചിരിക്കാൻ പറ്റുക എന്നുള്ളത്. അതും നഷ്ടപ്പെട്ടു എന്ന്, അത് നഷ്ടപ്പെടാൻ പോവുകയാണ്. ചിരിക്കുന്ന യന്ത്രങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയെന്ന്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നാം ഒന്ന് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? നമുക്ക് മാത്രമേ ഈശ്വരനാവാൻ പറ്റൂ, അല്ലേ? മണൽത്തരിക്കൊരാഗ്രഹം ഉണ്ടായി കല്ലാവാൻ, കല്ലിനൊരാഗ്രഹം ഉണ്ടായി ചെടിയാവാൻ, ചെടിക്കൊരാഗ്രഹം ഉണ്ടായി മരമാവാൻ, മരത്തിനൊരാഗ്രഹം ഉണ്ടായി പക്ഷിയാവാൻ, പക്ഷിക്കൊരാഗ്രഹം ഉണ്ടായി മൃഗമാവാൻ, മൃഗത്തിനൊരാഗ്രഹം ഉണ്ടായി മനുഷ്യനാവാൻ, മനുഷ്യനായി. നമുക്കൊരാഗ്രഹം വേണ്ടേ? അതോ ഇങ്ങനെ നിന്നാൽ മതിയോ? ഞാൻ പറഞ്ഞത് പരിണാമ സിദ്ധാന്തമാണേ, എവല്യൂഷനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളിലെത്തി നിൽക്കുകയാ, നരനായി നിൽക്കുകയാ. ഇവിടെ നിന്നാ മതിയോ?
പോരാ, നമുക്കെന്താവണം? നാരായണനാവണം. അല്ലേ? അതല്ലേ ഇനി നമ്മുടെ അടുത്ത ഫേസ്? അതല്ലേ വളർച്ച. മൃഗത്തിൽ നിന്ന് കുരങ്ങിനേക്കാൾ സൗന്ദര്യം നമുക്കില്ലേ? ഇതിനേക്കാളൊക്കെ സൗന്ദര്യമുണ്ട് അല്ലേ? അപ്പോൾ ഇനി നാരായണനാവണം എന്നുണ്ടെങ്കിൽ, ഈശ്വരനാവണമെങ്കിൽ ബ്രഹ്മത്തിൽ വിശ്വാസമുണ്ടാവണം, ഈശ്വരനിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടാവണമെന്നാ. ഇല്ലെങ്കിൽ എന്താ എന്നൊക്കെ ചോദിക്കുന്നവരോട് നമുക്ക് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം കലികാലമാണ്. അപ്പോൾ അതിനുള്ള മറുപടി കിട്ടിക്കോളും. നമ്മളായിട്ട് അതിൻ്റെ പുറകെ പോയി നമുക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കണ്ട. നമുക്കൊക്കെ ഉള്ള കുഴപ്പം അതാ. അവിശ്വാസികളെയൊക്കെ എന്നാൽ വിശ്വാസികളാക്കിക്കളയാം എന്ന് വിചാരിച്ചിട്ട് ഭാഗവതമൊക്കെ എടുത്തുകൊണ്ട് ചെല്ലുകയാണ്. അവൻ വന്നോളും, നമ്മളൊന്നും ഇതിന് വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോൾ ഇവിടെ അവിശ്വാസികൾക്ക് മൃഗതുല്യമായിട്ടുള്ള ഒരു ജീവിതം മാത്രമെന്ന്. അവരിങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകി അങ്ങനെ അങ്ങ് പൊക്കോളും. ഈ അതീന്ദ്രിയമായിട്ടുള്ള ഒരു ആനന്ദമുണ്ടല്ലോ, ഹാപ്പിനെസ്, അതങ്ങനെ എല്ലാവർക്കും കിട്ടില്ല. ഈ ക്ഷണികങ്ങളായിട്ടുള്ള സുഖങ്ങൾക്ക് പുറകെ പോയി അതിൽ അവരെ അഭിരമിച്ച് അവരുടെ ജീവിതം അതിൽ തീർന്നോളും. എന്താ ചെയ്യുക? അവർക്ക് അത്രേ അർഹിക്കുന്നുള്ളൂ എന്നാണ്. എന്താണ് ആനന്ദം എന്നുള്ളത് നമ്മളൊന്ന് അറിയുമ്പോഴാണ് തിരിച്ചറിവുണ്ടാവുന്നത്. ഈശ്വരനിലേക്ക് ലയിക്കുമ്പോൾ സമർപ്പണം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ അതാണ്. ഗുരുവായൂരപ്പനെ കുറിച്ച് ഒരു 2 വരി ഒരു ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി മാഷ് എഴുതി വെച്ചിട്ട് TS രാധാകൃഷ്ണൻ മാഷ് അതൊന്ന് സംഗീതം നൽകി ആ ഗന്ധർവനാദത്തിലൂടെ അതൊന്ന് കേട്ടപ്പോൾ നമ്മളിങ്ങനെ ഗുരുവായൂരപ്പനെ അറിയില്ലേ? അല്ലേ? പീലീല അല്ലേ? നമ്മൾ അറിയല്ലേ? ഇതിനപ്പുറത്ത് നമുക്കെന്താ? പാറമേക്കാവിൽ കുടികൊള്ളും ഭഗവതി പവിത്രകാരിണി പരബ്രഹ്മരൂപിണി അടിയന്റെ ജന്മമാം ഓണക്കുഴൽ അമരപദം നൽകൂ അമ്മേ, അമരപദം നൽകൂ. ആനന്ദം അമരപദത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദം അനുഭവിച്ചറിഞ്ഞ കോടിക്കണക്കിന് ആളുകൾ ജീവിച്ചു മരിച്ച മണ്ണാ ഭാരതം. നമ്മൾ പറയില്ലേ ഓറ? ഭഗവാന്മാരുടെയൊക്കെ തലയുടെ പുറകിൽ ഒരു ദിവ്യ വെളിച്ചം അല്ലേ? അങ്ങനെ ഓറയുള്ള കോടിക്കണക്കിന് ആളുകൾ ഇപ്പോഴും നമ്മുടെ ഈ ചുറ്റുമുണ്ടെന്നേ. ധാരാളം ആളുകൾ. ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി പോലും അങ്ങനെയുള്ള ഒരു യോഗിയാണെന്നാണ് ഞാൻ ധരിച്ചു വച്ചിട്ടുള്ളത്. അല്ലെങ്കിലൊന്നും അദ്ദേഹത്തിന് ഇങ്ങനെ ഈ കലികാലത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇങ്ങനെ തലയെടുപ്പോടുകൂടി നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കന്യാകുമാരിയിൽ പോയി. അപ്പോൾ അവിടെ ആ വിവേകാനന്ദ പാറയിൽ കയറിയിട്ട് അവിടെ ആ മെഡിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ടല്ലോ, ആ ഹാളിൽ ഇങ്ങനെ. അപ്പോൾ ഞാൻ അതിശയം, അവിടെ നിന്ന് വെളിയിലിറങ്ങിയപ്പോൾ ഇവിടെയാണല്ലോ 3 ദിവസം പ്രധാനമന്ത്രി വന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്തത്. ആള് മാറിയില്ലെങ്കിലല്ലേ അതിശയുള്ളൂ. എന്തൊരു ചൈതന്യമാണ് ഇല്ലേ? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയൊക്കെ നടന്നിങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ യോഗി വരുന്നത് പോലെ. രാഷ്ട്രീയമല്ല കേട്ടോ, രാഷ്ട്രീയമല്ല, അങ്ങനെ ധരിച്ചേക്കരുതേ. ഈ നാട് അങ്ങനത്തതാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ നാടിൻ്റെ പുണ്യമതാ. അതുകൊണ്ടാണ് ഇതിങ്ങനെ കെട്ടാതെ നിൽക്കുന്നത് എന്നാ. ആ അകത്ത് തന്നെ എന്തുമാത്രം ഇത് കെടുത്താനുള്ള പണി നടക്കുന്നുണ്ട്. പക്ഷേ കെട്ടില്ല, കേട്ടാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അവിശ്വാസികളെ കുറിച്ചൊന്നും നമ്മൾ നോക്കണ്ട. മൂഢന്മാരാണ്. ആയുസ് വെറുതെ തീർത്തിട്ട് പൊക്കോളും. അങ്ങനെയും വേണ്ട, ജന്മങ്ങൾ പൊക്കോട്ടെ, നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്നാണ്. അവർ സംസാര ദുഃഖത്തിൽ, അവർക്ക് ആകെ ദുഃഖം. അതുകൊണ്ടല്ലേ ആരോടൊന്ന് ചോദിച്ചു നോക്കിക്കോളൂ, എങ്ങനെയുണ്ട് ഇപ്പോൾ? അങ്ങനെ അങ്ങ് പോണു, അങ്ങനല്ലേ മറുപടി അല്ലേ? അങ്ങനെ പറയുക. രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ പോലും ചിരിച്ചോണ്ട് എഴുന്നേക്കുന്ന ആളുകൾ കുറവല്ലേ? ഇപ്പം അങ്ങോട്ട് കടന്നുണ്ടായിരുന്നുള്ളൂ, നാശം വന്ന. രാവിലെ ഒന്ന് ഉണരുമ്പോൾ ഞാനിപ്പോഴും ഐ എം സ്റ്റിൽ അലൈവ്, സന്തോഷം വരണ്ടേ? ഉറക്കത്തിൽ മരിച്ചു പോകുന്ന എത്ര ആളുകളുണ്ടെന്നറിയാമോ? ശതമാനക്കണക്കൊക്കെ കറക്റ്റ് ഒന്ന് പഠിക്കേണ്ടതാ. ഉറങ്ങാൻ കിടക്കുന്നവരിൽ 8-9% ആളുകൾ രാവിലെ ഉണരണില്ല. അപ്പോൾ 5 മണിക്ക് നമുക്ക് ബോധമുണ്ടായി ഒന്ന് കണ്ണു തുറന്നാൽ ആദ്യം പൊട്ടിച്ചിരിക്കണ്ടേ? ഞാൻ രക്ഷപ്പെട്ടു, ഇന്നും ജീവൻ ഉണ്ട് എന്ന്. ഇനി എഴുന്നേറ്റ് അപ്പുറത്തെ മുറിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടുകാരൊക്കെ എല്ലാം ജീവനോടെ ഉണ്ടെങ്കിൽ അതൊരു അലർച്ചയായി മാറണ്ടേ? ചിരിച്ചിട്ട് എഴുന്നേക്കണ്ടേ? രാവിലെ ഒരു ദിവസം കൂടെ നമുക്ക്
ഭഗവാൻ തന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ആ നാമം ചൊല്ലാനായിട്ടാ, ആ അർച്ചനം ചെയ്യുന്നതിന് വേണ്ടിയാ, പ്രദക്ഷിണം വെക്കുന്നതിന് വേണ്ടിയാ. അദ്ദേഹത്തെ അറിയാൻ ഒരു ദിവസം കൂടെ നമുക്ക് തന്നിരിക്കുകയാ. സന്തോഷം ഉണ്ടാവേണ്ടേ? അവന്മാർക്കത് കിട്ടില്ല. അതുകൊണ്ടാണ് ദുഃഖം 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 അല്ലേ എന്നാണ്. ജീവിതത്തിൻ്റെ ആകെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ദുഃഖം. ശ്രീരാമദേവൻ പറയുന്നുണ്ട് ആനന്ദം. അതാണ്, ആ ആനന്ദത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ് പരമഹംസം. ഹംസം പരമഹംസം അല്ലേ? വാനപ്രസ്ഥം, സന്യാസം, ഹംസം, പരമഹംസം. ഇപ്പൊ പരമഹംസരായി മാറുക എന്നുള്ളതാ. അപ്പോഴാണ് നമുക്ക് ഈ അവിശ്വാസികളെ കുറിച്ച് ഈ സഹതാപം തോന്നുന്നത്. കാര്യമില്ല എന്നാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ നോക്കേണ്ടതില്ല. അവരെ സംബന്ധിച്ച് ആത്മസാക്ഷാത്കാരം ഇല്ല, പോവട്ടെ എന്നാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ അവസാനത്തെ ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ. എന്താണ് ചോദ്യം? കാലത്തിൻ്റെ വ്യത്യാസം കൊണ്ട് ഉപാസനയ്ക്കൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഈ ഭാഗവത ആധ്യാത്മിക ധർമ്മത്തിന് ഉപാസനയ്ക്കൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിമി ചോദിക്കുകയാണ്. അപ്പോൾ കരഭാജനൻ എന്ന് പറഞ്ഞിട്ടുള്ള നവയോഗികളിൽ 9ാമത്തെ ആൾ അതിന് ഉത്തരം പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിലും തോന്നുന്നു. നമ്മുടെ യുഗങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാണത്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൃതയുഗമാണ് യുഗങ്ങളിൽ ആദ്യത്തേത്. കൃതയുഗത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. രണ്ടാമത് ത്രേതായുഗത്തിലേക്ക് വരുമ്പോൾ തപസ്സാണ് മുഖ്യ സംസ്കാരം. അത് ദ്വാപരത്തിൽ വരുമ്പോൾ യജ്ഞമാണ്. കലിയുഗത്തിൽ വരുമ്പോൾ നാമസങ്കീർത്തനമാണ് മുഖ്യ സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നാമസങ്കീർത്തനം നടക്കുമ്പോൾ നമ്മൾ വല്ലാതെ ഒരു എന്താ പറയുക, ആ ചൈതന്യത്തിലേക്ക് വളരുന്നത്, ഉയരുന്നത് എന്നാണ് എവിടെയും. അതുകൊണ്ടാണ് നമ്മൾ നിത്യം നമ്മുടെ ദൈനംദിന ജോലികൾ, വ്യാവഹാരിക ജോലികൾ ചെയ്യുമ്പോൾ പോലും നാമം ജപിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മാറ്റമുണ്ടാവും. എന്താ മാറ്റം? ഞാൻ നേരത്തെ പറഞ്ഞ പരമഹംസത്തിലേക്കാ, അല്ലെങ്കിൽ നാരായണനിലേക്ക് വളരുകയാണ്. അപ്പോൾ ഇവിടെ കൃതയുഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. കൃതയുഗത്തിൽ ജനങ്ങൾ ജന്മനാ തന്നെ ജ്ഞാനികളാണ്. അവർക്ക് ജ്ഞാനം സമ്പാദിക്കേണ്ടതല്ല, അവർക്ക് അങ്ങനെ അറിയില്ല. കാരണം ആ യുഗത്തിലുള്ള മുഴുവൻ ആളുകളും ജനിക്കുമ്പോൾ മുതൽ തന്നെ ജ്ഞാനികളാണ്. ജ്ഞാന സമ്പാദനം ആവശ്യമില്ല എന്നുള്ളതാണ്. ബ്രഹ്മനിഷ്ഠരായിട്ടുള്ളവരാണ്. അവർക്ക് ശരീരധർമ്മമൊന്നുമില്ല. അലസരായത് കൊണ്ടല്ല, അതിൻ്റെ ആവശ്യമില്ല. അതിനൊക്കെ അപ്പുറത്താണ്. നമ്മുടെ പ്രശ്നം എന്താ? എല്ലാം ശരീരമാണെന്ന് ധരിക്കുന്നത് കൊണ്ടാണ് രാവിലെ ഒരു കല്യാണത്തിന് പോകാൻ 1 മണിക്കൂർ തയ്യാറെടുപ്പ് നടത്തിയാലും ആവാത്തത്. വെറുതെ പണ്ഡിത ശ്രേഷ്ഠനായിട്ടുള്ള ആചാര്യനൊക്കെ ഇരിപ്പുണ്ട്. വസ്ത്രം എന്നുള്ളതൊന്നും ആവശ്യമില്ല എന്നാണ്. ആലോചിച്ച് നോക്കൂ. ദിഗംബരന്മാർ മഹാകുംഭമേളയിൽ നടക്കുമ്പോൾ അതിനെയൊക്കെ പുച്ഛിക്കുന്ന ആളുകളുണ്ട്. ശരീര അഭിമാനം എന്നുള്ളത് അങ്ങോട്ട് ഇല്ലാതാവും. ബ്രഹ്മത്തിലേക്ക് ചേരുമ്പോൾ ശരീരം എന്ത് എന്നുള്ളതൊന്ന് അന്വേഷിച്ചു നോക്കൂ. ശരീരം ഇല്ല. ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് ഒരു അഭിമാനവും ഇല്ലായിരുന്നല്ലോ. നിങ്ങളൊക്കെ വന്ന് കണ്ടതല്ലേ ഞാൻ ചെറുതായിരുന്നപ്പോൾ ഇല്ലേ? വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. വസ്ത്രമൊന്നും എൻ്റെ വിഷയമേ ആയിരുന്നില്ല. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോഴും അതൊക്കെ തന്നെ അവസ്ഥ. പിന്നെ എപ്പോഴാണ് നമുക്ക് ശരീരാഭിമാനം ഉണ്ടായി വരുന്നത്? ഇനി ഒരു 75-80 വയസ്സ് കഴിയുമ്പോഴോ ദൈവമേ പഴയ അവസ്ഥയായി. അഭിമാനമൊക്കെ പോവില്ലേ? അപ്പോൾ ഈ കുറച്ച് ഇടയ്ക്കുള്ള കുറച്ച് കാലം വല്ലാതെ അങ്ങോട്ട് അഭിമാനം എന്നല്ല അതിന് പറയുക, ദുരഭിമാനം എന്നാ പറയും. അതാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം. എന്നാണ് ഈഗോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശരീരാധ്വാനം ആവശ്യമില്ല. ശരീരധർമ്മമൊക്കെ വളരെ കുറവാണ് അവർക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഹാരം കിട്ടിയാൽ മതി. ഇവിടെ 6 നേരം ആഹാരം കഴിച്ചിട്ട് രാത്രി 2 മണിക്കും ഇപ്പോൾ ആഹാരം കഴിക്കുന്ന പരിപാടിയുണ്ട്. നമ്മളിപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പോയി മിനിങ്ങാന്ന്. രാത്രി 1 മണിക്കൊക്കെ നമ്മൾ റൂമിലേക്ക് നടന്നു വരുമ്പോൾ എല്ലാ ഹോട്ടലിലും വരുന്ന ആളുകൾ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കുക. 1 മണി അസമയം. സൂര്യാസ്തമയത്തിന് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിച്ച് മര്യാദയ്ക്ക് നാമം ജപിച്ച് കിടന്നിറങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യനാണ്. ഇത് പാശ്ചാത്യ ലോകമൊക്കെ കാണുന്നത് ഇങ്ങനെ ഇപ്പോൾ നമുക്ക് വിരൽത്തുമ്പിലാണല്ലോ. അവിടെയൊക്കെ അങ്ങനെയാണ്. അവിടെ രാത്രിയിലാണ് ഇവൻ വെളിയിൽ ഇറങ്ങിയിട്ട് ആഘോഷിക്കുന്നത്. അവൻ്റെ ആഘോഷം ഭക്ഷണത്തിൽ, ആഹാരത്തിൽ ആനന്ദം. നമുക്ക് ആഹാരത്തിലല്ലായിരുന്നു ആനന്ദം. അതാ കുഴപ്പം. രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ പല ജീവികളുടെയും ഈ ശവശരീരങ്ങൾ എടുത്തു വച്ചിട്ട് അതിൽ പലതും ചാർത്തി അങ്ങനെ മൃഷ്ടാന്നം കഴിക്കുകയാണ്. എന്നിട്ട് പോയി 3 മണിക്ക് പോയി ഒരു കിടപ്പാണ്. ഒരു ഗുണമുണ്ട്. പിന്നെ ഈ പ്രഭാത ഭക്ഷണം എന്നുള്ളത് നല്ലൊരു ശതമാനം വീടുകളിൽ ഉപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം ജീവനുള്ള ഒരെണ്ണവും ആ വീട്ടിലില്ല.
ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. പുതിയ പേരിട്ടിട്ടുണ്ട് അതിന്, ബ്രഞ്ച് എന്നാണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ചേർന്നിട്ട് ബ്രഞ്ച് എന്ന്. ഉണർന്നു വരുമ്പോൾ ഒരു 12, 12:30, 3 മണിക്കൊക്കെ ഉണരുന്നവരുണ്ട്. അപ്പം നമ്മൾ കുട്ടികളോടൊക്കെ ചോദിക്കും, ഇടവേ ഇത് കുഴപ്പമല്ലേ, ഈ നമ്മുടെ ശരീരത്തിലെ ഒരു ബയോളജിക്കൽ ക്ലോക്കും പ്രകൃതിയുടെ ഒരു നേച്ചറിൻ്റെ ക്ലോക്കും തമ്മിൽ വിരുദ്ധമായ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. 30 വയസ്സ് വരെ ഒരു കുഴപ്പമില്ല. 30 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ പേപ്പറിൽ കാണുന്നില്ല കുഴഞ്ഞു വീണ് മരിച്ചു. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ടുകേൾവിയുണ്ടോ? വെറുതെ നടക്കുന്നതും കുഴഞ്ഞു വീണ് മരിക്കുക. എങ്ങനെയൊക്കെ മരിക്കുക, ഇങ്ങനെയൊക്കെ മരിക്കാമെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ അറിഞ്ഞിട്ടുള്ളത് സ്വച്ഛന്ത മൃത്യുവൊക്കെയാണ്. ഞാൻ 3 ദിവസം കഴിയുമ്പോൾ മരിക്കുമെന്ന് 3 ദിവസം മുമ്പ് പറഞ്ഞിട്ട് മരിച്ച ആളാണ് ചട്ടമ്പി സ്വാമികൾ. അങ്ങനെയുള്ളവരായിരുന്നു നമുക്കുണ്ടായിരുന്നു. വള്ളിയൂരെ തിരുമേനി, ഞാനൊക്കെ എൻ്റെ ചെറുപ്രായം മുതൽ തിരുമേനിയെ ഇവിടെ വന്ന് കണ്ടിട്ടുള്ളതാണ്. അത്ര അടുത്ത് നമുക്കൊരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു എന്ന് നോക്കൂ. ഇന്ന് ലോകം അറിയുന്നു ആ ഗുരുവിൻ്റെ ചൈതന്യം എന്താണെന്ന്. അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ വന്ന് ഇങ്ങനെ കൂടുന്നത്. എവിടെ നിന്നൊക്കെ ഉള്ള ആളുകളാണ്. ഇവിടെ വന്നിട്ട് പോകുമ്പോൾ എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ അവിശ്വാസിയോടൊന്നും പറഞ്ഞ് തർക്കിക്കാൻ പോകണ്ട. നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട്, അത് മതിയെന്നേ. നമ്മുടെ കാര്യം നോക്കിയാൽ മതി. കലികാലത്തിൽ അത് മതി. വേറെ പോയ കുഴപ്പമുണ്ടാവും. എല്ലാവരെയും നന്നാക്കി കളയാമെന്ന് തീരുമാനിച്ചാൽ കുഴപ്പമുണ്ടാവും. അർഹത കൂടി വേണ്ടേ, വന്നോളും. അപ്പോൾ ഇവിടെ ഈ കൃതയുഗത്തിൽ ശരീരാധ്വാനമൊന്നുമില്ല, അധ്വാനിക്കേണ്ട ആവശ്യമില്ല. എന്താ കാര്യം? അധ്വാനിക്കാതെ വല്ലപ്പോഴൊക്കെ കിട്ടുന്നത് കഴിച്ചാൽ മതി. അവർക്ക് തൃഷ്ണയില്ല. വെല്ലം കിട്ടുമ്പോൾ അത് കഴിക്കും, അത്രയേ ഉള്ളൂ. ത്യാഗരായ സ്വാമികളെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. ത്യാഗരായ സ്വാമി അദ്ദേഹം പറയുന്നുണ്ട്, തഞ്ചാവൂരിൽ അദ്ദേഹം നടന്നിട്ടുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആരെങ്കിലും ഉരലിൽ കുത്തിയിട്ട് ആ ഉരലിൽ നിന്ന് തെറിച്ച് വീഴുന്ന ധാന്യമണികളുണ്ട്, അത് പെറുക്കി മാത്രമേ കഴിക്കൂ. അതിനിപ്പോൾ ഞാനത് മറന്നുപോയി, ആ വാക്ക് ഞാൻ മറന്നുപോയി. ആ ഭിക്ഷാടനത്തിനൊരു പേരുണ്ട്. ഞാനങ്ങനെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഉഞ്ചവൃത്തി എന്നാണ് പറയുക. നോക്കൂ, ഉരലിൽ നിന്ന് തെറിച്ചു വീഴുന്ന ധാന്യമണികൾ മാത്രം ഭക്ഷിക്കുക, ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ ആരായി അദ്ദേഹം? രാമനായി മാറി, നരൻ നാരായണനായില്ലേ? ഇതിനപ്പുറത്ത് എന്താ ഒരു സുഹൃതം? അതുപോലെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് പാടത്തൊക്കെ കിളികളെല്ലാം പെറുക്കിക്കൊണ്ട് പോയതിന് ശേഷം കിടക്കുന്ന ധാന്യമണികൾ ഉണ്ടല്ലോ, അതേ അദ്ദേഹം എടുക്കൂ. ത്യാഗരായ സ്വാമികൾ ആരാണ് എന്നാണ്. ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായിരുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ ത്യാഗരായ സ്വാമികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ ത്യാഗരാജനാണ് എന്ന്. എന്താ? ത്യാഗങ്ങളുടെ രാജകുമാരൻ എന്ന. ഹി വാസ് ദ കിങ് ഓഫ് സാക്രിഫൈസ് എന്ന് എസ് രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. എസ് രാധാകൃഷ്ണനെയൊക്കെ ഈ തലമുറ പഠിക്കേണ്ടതാണ് എന്നാണ്. ആരാണ് രാധാകൃഷ്ണൻ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ ഇവർക്ക് അധ്വാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൃഷി ചെയ്യേണ്ടതില്ല. ധാന്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ വളഞ്ഞു കിടക്കുകയാണ്, തന്നെ വളരും. അങ്ങനല്ലേ? നമ്മളതിനെ കളകളെന്നാ പറയും. വെറുതെ ഒരു പറമ്പ് വെറുതെ ഇട്ട് നോക്കിക്കേ, 2 മാസം കഴിയുമ്പോൾ കാടായി മാറും. കേട്ടോ, ഇത് എവിടെ നിന്ന് വരുന്നു? ഇതല്ല എന്തൊക്കെ സൈസിലുള്ളത് വരും. വാഴയൊക്കെ കിളിർത്ത് വരും. നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത് വാഴ വിത്തൊക്കെ കൊണ്ടുപോയി കുഴിച്ചാലേ വളരുള്ളൂ. ഒന്ന് വെറുതെ ഒരു പറമ്പ് വെറുതെ ഇട്ട് നോക്കിക്കേ, ഒരുമാതിരി എല്ലാ സാധനവും അതിനകത്തു നിന്നുണ്ടാവും. ഇപ്പോൾ കൃതയുഗത്തിൽ അങ്ങനെ ആയിരുന്നു. ഇവർക്ക് കൃഷി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ധാന്യങ്ങൾ ഇഷ്ടം പോലെ വളരും, ആവശ്യമുള്ളത് എടുക്കും, കഴിക്കും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആ ശരീരാധ്വാനമൊന്നുമില്ല. തന്നെ വളർന്നത് കൊണ്ട് അവകാശികളും ഇല്ല. ഹൃദയകുത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയും കേട്ടോ. അവകാശമൊന്നുമില്ല. ഇത് എൻ്റെതാണ് നിൻ്റെതാണ് അങ്ങനെയൊന്നുമില്ല. തന്നെ വളർന്നിട്ടുള്ളത്, ആവശ്യമുള്ളത് എടുക്കും. പക്ഷികളും മൃഗങ്ങളും എല്ലാം അവരുടെ ആവശ്യത്തിനുള്ളത് എടുക്കും. എൻ്റെതെന്ന അവകാശം ആർക്കും ഇല്ല, അതിൽ അഭിമാനവും ഇല്ല, നാളേക്ക് വേണ്ടി കരുതലും ഇല്ല. അവർക്ക് ആവശ്യമുള്ളത് പോയി എടുക്കുന്നു, കഴിക്കുന്നു. സുഖം, ആനന്ദം, ജ്ഞാനികൾ. അത് ത്രേതായുഗത്തിലേക്ക് വന്നപ്പോഴോ, ത്രേതായുഗത്തിൻ്റെ പൊതു സംസ്കാരം തപസ് എന്നുള്ളതാണ്. തപസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജ്ഞാനം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കൃതയുഗത്തിൽ നിന്ന് ത്രേതായുഗത്തിലേക്ക് വന്നപ്പോൾ ജ്ഞാനം എന്നുള്ളത് സമ്പാദിക്കപ്പെടേണ്ട ഒന്നായി മാറി. കൃതയുഗത്തിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ജന്മന ജ്ഞാനികളാ. ഇവിടെ അങ്ങനെയല്ല, സമ്പാദിക്കപ്പെടേണ്ടതാണ്. അതിനുള്ള ഉപായവും പറഞ്ഞു വെച്ചു, തപസ്സിലൂടെ സമ്പാദിക്കൂ എന്നാണ്. അപ്പോൾ കൃതയുഗത്തിൽ ജന്മസിദ്ധമായിരുന്ന ജ്ഞാനം ത്രേതായുഗത്തിലേക്ക് വന്നപ്പോൾ സമ്പാദിക്കപ്പെടേണ്ട ഒന്നായി മാറി. മാറ്റം. തപസ്സുകൊണ്ട് ജ്ഞാനം സമ്പാദിക്കാം. ഇങ്ങനെ സമ്പാദിച്ചു. ശരീര അഭിമാനമൊന്നും അത്രയൊന്നുമില്ല. അധ്വാനവും വളരെ കുറവാണ്. ആഹാരവും ഒക്കെ വളരെ പരിമിതമായിട്ടുള്ളത് മതി. കുറച്ചൊക്കെ അധ്വാനങ്ങൾ മതി എന്നാണ്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം വന്നു. ധാന്യങ്ങളൊക്കെ വിളഞ്ഞു കിടക്കുന്നത് കണ്ടാൽ ആവശ്യത്തിനുള്ളതല്ല എടുക്കുക,
പറ്റാവുന്നിടത്തോളം എടുക്കും. എന്താ കാര്യം? എപ്പോഴും പോയി എടുക്കണ്ടല്ലോ. കുറെ കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ ഇത് തീർന്നിട്ട് അടുത്തതിന് അന്വേഷിച്ചാൽ മതിയല്ലോ. മാറ്റം കണ്ടോണം. പറ്റാവുന്നിടത്തോളം എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോഴോ, നേരത്തെ ഇത് കൊണ്ടുവരുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. ഇത് സൂക്ഷിക്കാൻ സംവിധാനങ്ങളൊക്കെ വേണം. വല്ലാതെ അധ്വാനമൊക്കെ കൂടി. ഇത് കേടുകൂടാതിരിക്കണം, പണി കൂടുകയാണേ. അപ്പോൾ അധ്വാനം കൂടി. അപ്പോൾ ഇത് തീർന്നിട്ട് എടുത്താൽ മതി എന്നുള്ളത് കൊണ്ട് പറ്റാവുന്നിടത്തോളം എടുത്തു കൊണ്ടുവരിക എന്നുള്ളതിലേക്ക് മാറും. അങ്ങനെ ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെ ശേഖരിച്ചപ്പോഴോ എല്ലാവരും ഇങ്ങനെ പറ്റുന്നിടത്തോളം കൊണ്ടുപോയി. ഇത് തീർന്നു കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴോ ഒന്നുമില്ല. ഹൃദയത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ആവശ്യമുള്ളതേ എടുക്കൂ. എപ്പോൾ ആര് ചെന്നാലും ധാന്യങ്ങൾ ഉണ്ടായിരുന്നു. ത്രേതായുഗത്തിലേക്ക് വന്നപ്പോൾ കയ്യിൽ കിട്ടുന്നത് മുഴുവനും കൊണ്ടുപോയി വീട്ടിൽ ശേഖരിച്ചതോടുകൂടി പിന്നെ ചെല്ലുമ്പോൾ അവിടെ കിട്ടാതായി. സാധനം ഇല്ല. എന്താ പറ്റിയേ? എല്ലാവരുടെയും പത്തായത്തിനകത്തായി. 10 കൊല്ലത്തേക്കുള്ളത് സൂക്ഷിച്ചു വെച്ചിരിക്കുക ഞാൻ. അങ്ങനല്ലേ? 1000 ഏക്കറാ എനിക്ക് എത്ര വേണം? 6 അടി. പറമ്പ് മുഴുവൻ നടന്നിട്ടില്ല എൻ്റെ ആയുസിൽ, പക്ഷേ അത്ര എനിക്കുണ്ട്. എന്തിനു വേണ്ടി എന്നുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചരിത്രം നോക്കിയാൽ മതി. അലക്സാണ്ടറിന് ബോധമുണ്ടാക്കി കൊടുത്തത് ഭാരതമാണേ. ഇവിടെ വന്നപ്പോഴാണേ അദ്ദേഹത്തിന് ബോധമുണ്ടായത്. എപ്പോഴാ ബോധമുണ്ടായത്? ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായത്. അപ്പോൾ ഇവിടെ കണ്ടത് മുഴുവൻ കൊണ്ടുവന്നത് കൊണ്ട് പിന്നെ ചെന്നപ്പോൾ കാണാതായി. അവിടെ ഇല്ല സാധനം. അപ്പോൾ എന്തു പറ്റി? വീണ്ടും മുളച്ചുണ്ടാവണമെങ്കിൽ കുറച്ച് വിത്തൊക്കെ വിതയ്ക്കേണ്ടി വന്നു. വിത്ത് വിതച്ചപ്പോൾ ഇത് ഞാൻ വിതച്ച വിത്താ, ഇത് എൻ്റേതാണ്. അപ്പോൾ പിന്നെ വിത്ത് വിതയ്ക്കേണ്ടി വന്നു. വിത്ത് വിതച്ചപ്പോഴോ ഇത് എൻ്റേതാണ്, ഞാൻ വിതച്ചതാണ്. അപ്പോൾ എൻ്റേത് നിൻ്റേത് എന്ന അവകാശവാദങ്ങളായി. അപ്പോൾ ഹൃദയകുത്തിനേക്കാൾ ഒരു പടി കൂടി താണു ത്രേതായുഗം. ഇത് ദ്വാപരത്തിലേക്ക് വന്നപ്പോഴോ സംസ്കാരം എന്നുള്ളത് യജ്ഞങ്ങളായി മാറി. തപസ്സുകൊണ്ട് ജ്ഞാനം സമ്പാദിക്കാൻ മേലാതായി. ജ്ഞാനം ജന്മനായില്ല, തപസ്സുകൊണ്ടും കിട്ടാതായി. യജ്ഞത്തിലേക്ക് മാറി. തപസ് ചെയ്യണമെങ്കിൽ മനസ്സ് ഏകാഗ്രമാവണ്ടേ? മനസ്സ് ഏകാഗ്രാവില്ല. മനസ്സിനെ ഏകാഗ്രമാക്കാൻ യജ്ഞം ചെയ്യാൻ തുടങ്ങി. യജ്ഞത്തിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് വേണം തപസ്സു ചെയ്യാൻ. എന്നിട്ട് വേണം തപസ്സിലൂടെ ജ്ഞാനം സമ്പാദിക്കാൻ. മാറ്റം വന്നു. അതുപോലെ തന്നെ ശരീരധർമ്മം പാടെ മാറി. ഭോഗവും ലോഭവും ഒക്കെയായി. കൃഷി ചെയ്താണ് വിളവ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ വിളവൊക്കെ ചുരുങ്ങി. ധാന്യങ്ങൾ തന്നെ വിളഞ്ഞുണ്ടാവുന്നതില്ല. വിത്ത് കൊടുത്തിട്ട് അത് വളം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വന്നു. വിത്ത് വിതച്ചാലൊന്നും ഒന്നും ഉണ്ടാവാതായി. രാസവളങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഇടുന്നില്ലേ എന്നതുപോലെ കൂടുതൽ വളം ചേർത്ത് കൃഷി ചെയ്യേണ്ട അവസ്ഥ വന്നു. ശരീരാഭിമാനമുണ്ടായി. കൃഷി, കച്ചവടം ഇതൊക്കെയായി മാറി. എന്നാലും യജ്ഞങ്ങളൊക്കെ ചെയ്ത് തപസ്സിലൂടെ അറിവ് നേടി ബ്രഹ്മം നേടുന്നുണ്ട്. കലിയുഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് 5 മിനിറ്റും കൂടെയാണ് തിരുമേനി തന്നിട്ടുള്ളത്. പെഷവർ തിരുമേനി താമസിച്ചത് കൊണ്ടാണ് എനിക്ക് കുറച്ച് സമയം കൂടെ കിട്ടിയത്. ഭഗവാന് നന്ദി പറയുന്നു. ഇത്രയൊക്കെ പറയാം. ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മുഴുവൻ പറഞ്ഞെങ്കിലേ ഒരു തൃപ്തിയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ കലിയുഗത്തിലേക്ക് വന്നു. കലിയുഗത്തിൽ വന്നപ്പോഴോ നാമസങ്കീർത്തനമാണ് പ്രധാനം. സംസ്കാരം അതാണ്. ജ്ഞാനം കൊണ്ടും തപസ്സുകൊണ്ടും യജ്ഞം കൊണ്ടും ഒന്നും കാര്യമില്ലാണ്ടായി. ഇതെല്ലാം ദുഷിക്കുകയും ചെയ്തു. പഞ്ചമഹാവ്രതങ്ങൾ പാലിക്കുന്നവരില്ല. സത്യം പറയുന്നവരെ കാണാനുണ്ടോ? വ്രതം ഒന്ന് അന്വേഷിച്ച് നോക്കിയേ. ഷർട്ട് വിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പോഴാണ് അയൽവാസി ചോദിക്കുന്നത് എവിടെ പോവുക? എറണാകുളത്തിന് പോവുക. പോകുന്നത് കോട്ടയത്തിനാണ്. വെറുതെ പറയാം. ആദ്യമേ നാക്ക് വളയ്ക്കുമ്പോൾ നുണയെ വരും. കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ പഞ്ചമഹാവ്രതങ്ങളൊന്നും പാലിക്കാൻ പറ്റാതെ വരും എന്നുള്ളതാണ്. വർണ്ണാശ്രമ ധർമ്മങ്ങൾ പാലിക്കാൻ പറ്റില്ല. അതൊക്കെ വലിയ കുഴപ്പമെന്നാ പറയുക. അതൊക്കെ ഉച്ചനീചത്വങ്ങളുടെ പ്രതീകങ്ങളായിട്ട് അങ്ങോട്ട് ചിത്രീകരിക്കുകയാണ്. നമ്മളും അതിൻ്റെ പുറകെ പോവുക. അതാണ് കുഴപ്പമുണ്ടാക്കിയതെന്ന്. ഇതിനപ്പുറത്ത് സാമൂഹ്യ വ്യവസ്ഥിതിയെ ഒന്ന് വിഭജിക്കാൻ ലോകത്ത് വേറെ ഒരുത്തനും സാധിച്ചിട്ടില്ല കേട്ടോ. വർണ്ണാശ്രമ ധർമ്മം പോലെ എത്ര ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ? ഇന്നുമില്ലേ വിഭജനം? ഡോക്ടർമാർ, വക്കീലന്മാർ, ഇല്ലേ, പുരോഹിതന്മാർ, ഡ്രൈവർമാർ, പ്യൂൺ, ഓഫീസിലില്ലേ? വിഭജനം എന്തെങ്കിലും ഇല്ലാതെ എങ്ങനെ മനുഷ്യജാതിയെ നമുക്ക് നിർത്താൻ പറ്റും? സാമൂഹ്യ വിഭജനം ഇല്ലാതെ പറ്റുമോ? ഇല്ല, പറ്റില്ല. എത്ര മനോഹരമായി ഭാരതം മുന്നോട്ട് വെച്ചിട്ടുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആയിരുന്നു, സാമൂഹ്യ വിഭജനമായിരുന്നു വർണ്ണാശ്രമധർമ്മം. അവിടെ പറയുന്നു, ഭാഗവതി പറയുന്നു,
വെറുതാണോ ഭാഗവതം ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്? ഈ ഗ്രന്ഥം മരണമില്ലാത്ത ഗ്രന്ഥമായി നിൽക്കുന്നത് ആലോചിച്ചു നോക്കൂ. അപ്പോൾ ഇവിടെ കലിയുഗത്തിൽ പഞ്ചമഹാവ്രതങ്ങൾ പാലിക്കണില്ല, വർണ്ണാശ്രമധർമ്മങ്ങൾ പാലിക്കണില്ല, എല്ലാം കുഴപ്പത്തിലായി നിൽക്കുന്ന സ്ഥലത്താണ് സത്രങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സത്രങ്ങളിലൂടെ ഇവിടെ വന്നെത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണേ. വരാൻ തോന്നില്ല എന്നേ. ചിലർ പിന്നെ വരുന്നവരുണ്ട്, ഉച്ചയാകുമ്പോൾ വരും. ഞാനൊരു സപ്താഹവേദിയിൽ പ്രഭാഷണത്തിന് പോയപ്പോൾ ആചാര്യൻ എന്നോട് പറഞ്ഞു, എനിക്ക് പ്രഭാഷണം വൈകിട്ടാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉച്ചയ്ക്ക് നല്ല തിരക്കാന്ന്. എന്താ കാര്യം? ഭക്ഷണമുണ്ട്. ഒരു 600 പേര് 700 പേരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കാൻ ആരുണ്ട്? ഞാനും ഉണ്ട്, പിന്നെ ആരുണ്ട്? പിന്നെ നരസിംഹത്തിൻ്റെ അമ്മയുമുണ്ട്. അതാരാണ്? നരസിംഹത്തിൻ്റെ അമ്മ. സ്തംഭം, തൂണുകളൊക്കെ ഉണ്ട്, ഞാനും ഉണ്ട് എന്നാണ്. ഇപ്പോൾ മൈക്കോപ്പറേറ്റർമാർ പോലും ഇല്ല. കാരണം ഇത് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് അവർ വേറെ പണിക്ക് പോകും. പണ്ട് അവരെങ്കിലും ഉണ്ടായിരുന്നു, ഒരു സഹായമൊക്കെ ചോദിച്ചാൽ ഒന്ന് തിരിക്കാനും പറിക്കാനും ഒക്കെ ആളുണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല. അപ്പോൾ ഇവിടെ വരാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ് കേട്ടോ. അപ്പോൾ ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം പറഞ്ഞ് നിമി ചോദിച്ചതായി നവയോഗികളിലൂടെ ശ്രീ നാരദ മഹർഷി ഉത്തരം പറഞ്ഞതിന് ശേഷം വസുദേവരോട് പറയും, നിൻ്റെ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു സംശയമുണ്ട്, നിനക്കിതിൻ്റെ വലിയ ആവശ്യമുണ്ടോ? കാരണം അകത്തൊരുത്തൻ ഇരിപ്പില്ലേ അല്ലേ? ജഗദ്ഗുരുവായിട്ടുള്ള ഒരാൾ അകത്തിരിക്കണു. പിന്നെ നീ എന്തിനാടാ? നീ ഒരു കാര്യം ചെയ്യൂ, അതിനെ ഒന്ന് സേവിച്ചാൽ മതി, അതിലങ്ങോട്ട് ലയിച്ചാൽ മതി, നിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മജ്ഞാനിയായ നാരദൻ അവിടെ നിന്ന് പോവുകയാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇതൊരു സംസ്കാരമാണ് കേട്ടോ. സനാതനധർമ്മം എന്നുള്ളത് ഒരു സംസ്കൃതിയാണ്, സംസ്കാരമാണ്. കഥകളിലൂടെ കാര്യം പറയുക. ഭാരതം നേരം പോക്കിനല്ല കഥ പറഞ്ഞിട്ടുള്ളത്. നമ്മളങ്ങനെയൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ട്. കൊച്ചുറങ്ങാൻ കഥ പറയുന്നു, കൊച്ചുണരാൻ കഥ പറയുന്നു. അങ്ങനല്ല, കഥയ്ക്കുള്ളിൽ ഒരു കഥയുണ്ട്. ഭാഗവതം എന്നുള്ളത് കഥകളുടെ ഒരു നിഘണ്ടുവാണ്. എടുത്തു വെച്ച് വായിച്ചാൽ കഥകളിലൂടെ ഭഗവാൻ അറിയാൻ പറ്റും. അതിന് നിങ്ങൾക്ക് കഴിയണം. ശ്രീകൃഷ്ണൻ കഥയുടെ പൂക്കാലമാണ്, ഭഗവാൻ കഥയുടെ വസന്തമാണ് അല്ലേ? ഭഗവാൻ കഥയുടെ മാത്രം വസന്തമാണ്, കലകളുടെ രാജകുമാരനല്ലേ? ഏത് കലയാണ് ഈ ഭഗവാനുമായി ബന്ധമില്ലാത്തത് എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് ഈ നാടിൻ്റെ, ഈ സംസ്കൃതിയുടെ, ഈ ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് എന്ന് നാം തിരിച്ചറിയണം. അതിലൂടെ നാരായണനായി മാറാൻ, മനുഷ്യനിൽ നിന്ന് അടുത്ത പരിണാമം എന്നുള്ളത് ഭഗവാനായി മാറുക എന്നത്. അതിന് കലികാലത്തിൽ നാമസങ്കീർത്തനത്തോളം പറ്റുന്ന മറ്റൊന്നില്ല എന്ന് തിരിച്ചറിയാനും സത്രവേദികളിലൂടെ ബ്രഹ്മജ്ഞാനത്തിലേക്ക് അടുക്കാനും ഉള്ളിലെ ബ്രഹ്മത്തെ മനസ്സിലാക്കാനും സാധിച്ചാൽ ആനന്ദം എന്നുള്ളതുണ്ടാവും. അത് പരമാനന്ദത്തിലേക്ക് വളരുമ്പോൾ ലോകം ആനന്ദലോകമായി മാറും. അതാവണമല്ലോ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിന് കഴിയട്ടെ. എല്ലാവർക്കും മള്ളിയൂർ ഭഗവാന്റെയും സമസ്ത ദേവചൈതന്യങ്ങളുടെയും അനുഗ്രഹവും കരുണയും സ്നേഹവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രഭാഷണം ഈ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിലും ഇത്ര നേരം ശ്രവിച്ചതിലുമുള്ള സന്തോഷം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭാരതം ജയിക്കട്ടെ. അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രവേദിയിൽ നമ്മെ അനുഗ്രഹിച്ച ശ്രീ കടുത്തുരുത്തി ആർ വേണുഗോപാൽ, കഴിഞ്ഞ തവണ സത്രവേദിയിലുമെത്തി നമ്മെ അനുഗ്രഹിച്ച മഹാത്മാവാണ് അദ്ദേഹത്തിന്. മുള്ളയൂരിൻ്റെ ആദരവ് ആർ വേണുഗോപാൽ അദ്ദേഹം ഏറ്റു